ഹല്ലേലൂയ. സന്തോഷത്തോടുകൂടെ ഈ സന്ധ്യാസമയം നമുക്ക് ദൈവസന്നിധിയിൽ ചേർന്ന് വരുവാൻ കർത്താവ് ഒരുക്കുക നല്ല സന്ദർഭത്തിനായി നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. സന്തോഷമുള്ള എല്ലാ പ്രിയപ്പെട്ടവർക്കും ദൈവത്തെ സ്തുതിച്ച് മഹത്വം കൊടുക്കുകയും ചെയ്യാം. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഓരോ ദിവസവും ദൈവം നമ്മെ വഴിനടത്തുന്നു. അതോർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാൻ കഴിയും. നമ്മുടെ ജീവിതത്തിന് വേണ്ടുന്ന നന്മകളെല്ലാം ദൈവം തരികയാണ്. പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ ദൈവം നമ്മളെ കരുതുന്ന, പരിപാലിക്കുന്ന, സൂക്ഷിക്കുന്ന വിധങ്ങളെ ഓർത്താൽ തന്നെ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ എത്ര സ്തോത്രം പറഞ്ഞാലും മതി വരില്ല. കൂട്ടുകാരിൽ പരമായി ആനന്ദതൈലം കൊണ്ട് അഭിഷേകം ചെയ്യുന്ന ദൈവത്തിൻ്റെ കൃപയാണ് നമ്മൾ അനുഭവിക്കുന്നത്. പലരും കഷ്ടങ്ങളിലൂടെയും ക്ലേശങ്ങളിലൂടെയും പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ മധ്യത്തിലാണ് ദൈവം നമ്മെ സൂക്ഷിക്കുന്നതെന്ന് ഓർക്കുമ്പോൾ എത്ര നന്ദി പറഞ്ഞാലും മതി വരില്ല. അങ്ങനെ നമുക്ക് നന്ദി പറഞ്ഞ് ദൈവത്തെ സ്തുതിക്കേണ്ടത് ഈ കാലഘട്ടത്തിൽ വളരെ അത്യാവശ്യമാണ്. ഇന്നത്തെ തിരുവചന ധ്യാനവും അതിനോട് ചേർന്നുള്ള ഒരു വിഷയമാണ് ഇന്ന് ധ്യാനിപ്പാനായിട്ട് ആഗ്രഹിക്കുന്നത്. ധ്യാനത്തിന് വേണ്ടി ഒരു തിരുവചന ഭാഗം വായിപ്പാനായിട്ട് താല്പര്യപ്പെടുന്നു. 1 തെസ്സലോനിക്കർ 5:18 വാക്യം. 1 തെസ്സലോനിക്കർ 5-ാമത്തെ വാക്യം. എല്ലാവർക്കും എടുക്കാം. 1 തെസ്സലോനിക്കർ 5-ാമത്തെ വാക്യം. എല്ലാറ്റിനും സ്തോത്രം ചെയ്യുവിൻ, ഇതല്ലോ നിങ്ങളെക്കുറിച്ച് ക്രിസ്തു യേശുവിൽ ദൈവേഷ്ടം. നമ്മൾ തുടർമാനമായി ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന വിഷയത്തിൻ്റെ ഭാഗമായി തന്നെയാണ് ഇന്നും വായിക്കാനായിട്ട് ഇടവന്നത്. ദൈവത്തിൻ്റെ ഇഷ്ടങ്ങളെക്കുറിച്ചാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ദൈവത്തിന് താല്പര്യമുള്ള അല്ലെങ്കിൽ നാം ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയുന്ന ദൈവത്തിന് ഇഷ്ടമുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നതിനെക്കുറിച്ച് നമ്മൾ ധ്യാനിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ കൂട്ടത്തിൽ ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നതാണ് എല്ലാറ്റിനും സ്തോത്രം ചെയ്യും. അതാണ് ദൈവത്തിന് ഇഷ്ടമുള്ളൊരു കാര്യമാണെന്ന് പറയുന്നത്. എല്ലാറ്റിനും സ്തോത്രം ചെയ്യും. ഈ 1 തെസ്സലോനിക്കർ 5-ാമത്തെ അധ്യായത്തിൽ അതിൻ്റെ 14-ാമത്തെ വാക്യം തൊട്ട് ഒരു ലിസ്റ്റ് നിരത്തുന്നുണ്ട്. അതെല്ലാം ദൈവത്തിന് ഇഷ്ടമുള്ള കാര്യമാണെന്ന് പറഞ്ഞിരിക്കുന്നത്. ഏതാണ്ട് 8 കാര്യങ്ങൾ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ട്. ആ 8 കാര്യങ്ങൾക്ക് ശേഷമാണ് 9-ാമത്തെ കാര്യമായിട്ടാണ് ഈ എല്ലാറ്റിനും സ്തോത്രം ചെയ്യുവിൻ എന്ന് പറഞ്ഞിരിക്കുന്നത്. അതിന് മുമ്പ് പറഞ്ഞിരിക്കുന്ന 8 കാര്യങ്ങൾ അവിടെ ഉണ്ട്. 1 ക്രമം കെട്ടവരെ ബുദ്ധി ഉപദേശിക്കണം. 2 ഉൾക്കരുത്തില്ലാത്തവരെ ധൈര്യപ്പെടുത്തണം. 3 ബലഹീനരെ താങ്ങണം. 4 എല്ലാവരോടും ദീർഘക്ഷമ കാണിക്കണം. 5-ാമത്തെ കാര്യം പറഞ്ഞിരിക്കുന്നത് ആരും തിന്മയ്ക്ക് പകരം തിന്മ ചെയ്യാതിരിക്കാൻ നോക്കണം. 6 തമ്മിലും എല്ലാവരോടും എപ്പോഴും നന്മ ചെയ്തുകൊണ്ടിരിക്കണം. 7-ാമത്തെ കാര്യം പറഞ്ഞിരിക്കുന്നത് എപ്പോഴും സന്തോഷിക്കുവിൻ. 8-ാമത്തെ കാര്യം ഇടപെടാതെ പ്രാർത്ഥിക്കുകയും. 9-ാമത്തെ കാര്യമായിട്ടാണ് പറഞ്ഞത് എല്ലാറ്റിനും സ്തോത്രം ചെയ്യുവിൻ, ഇതല്ലോ നിങ്ങളെക്കുറിച്ച് ക്രിസ്തു യേശുവിൽ ദൈവേഷ്ടം. ഇന്ന് ധ്യാനത്തിന് മറ്റ് 8 വിഷയങ്ങളോട് മാറ്റി നിർത്തിക്കൊണ്ടാണ് ഈ വിഷയം ചിന്തിക്കാനായിട്ട് കർത്താവ് എനിക്ക് പ്രേരണ തന്നത്. ദൈവാത്മാവിൽ ലഭിച്ച പ്രേരണ അനുസരിച്ച് ഈ വിഷയത്തെക്കുറിച്ച് ചിന്തിക്കാൻ കാരണമുണ്ട്. കാരണം മറ്റൊന്നുമല്ല, ഈ സ്തോത്രം ചെയ്യുക എന്നുള്ള കാര്യത്തെക്കുറിച്ച് വേദപുസ്തകത്തിൽ ധാരാളം വാക്യങ്ങളുണ്ട്. അത് നമ്മളെ പഠിപ്പിക്കുകയും പ്രബോധിപ്പിക്കുകയും ചെയ്യുന്ന അപ്പോസ്തലന്മാരുടെ ഉപദേശങ്ങൾ ധാരാളമുണ്ട്. അതുകൊണ്ട് അതിൻ്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കിയപ്പോൾ എനിക്ക് തോന്നി ഏറ്റവും ഇമ്പോർട്ടൻ്റായി പറയേണ്ട കാര്യം സ്തോത്രം പറയാനുള്ളതാണ്. അത് എൻ്റെ ജീവിതത്തിലും വലിയ അനുഗ്രഹമായി തീർന്നിട്ടുള്ളൊരു കാര്യമായതുകൊണ്ട് തീർച്ചയായും അതിന് വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട്. എഫേസ്യ ലേഖനം 5-ാമത്തെ അധ്യായം 20-ാമത്തെ വാക്യം ഇങ്ങനെ വായിക്കുന്നുണ്ട്. എഫേസ്യ ലേഖനം 5:20 നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ദൈവവും പിതാവുമായവനെ എല്ലായ്പ്പോഴും എല്ലാറ്റിനു വേണ്ടിയും സ്തോത്രം ചെയ്തുകൊള്ളുവിൻ. എല്ലാറ്റിനും സ്തോത്രം ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ തന്നെ അപ്പോസ്തലൻ ഒന്നും കൂടെ വ്യക്തമാക്കുന്നത് എഫേസ്യ ലേഖനത്തിൽ വ്യക്തമാക്കുകയാണ്. എല്ലായ്പ്പോഴും സ്തോത്രം പറയണമെന്ന് പറഞ്ഞു. എല്ലാറ്റിനും സ്തോത്രം പറയണം. ഓരോ സബ്ജക്റ്റിനും സ്തോത്രം പറയണം. ഓരോ കാര്യങ്ങൾ വരുമ്പോഴും നമ്മൾ സ്തോത്രം പറയണം. ഇനി അത് മാത്രമല്ല, എത്ര പ്രാവശ്യം പറയണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എപ്പോഴും സ്തോത്രം പറയണമെന്ന് പറഞ്ഞു. കൊലോസ്യ ലേഖനം 3-ാമത്തെ അധ്യായം 17-ാം വാക്യത്തിൽ പറയുന്നത് ഇങ്ങനെയാണ്: വാക്കിനാലോ 3:17 വാക്കിനാലോ ക്രിയയാലോ എന്തു ചെയ്താലും സകലവും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ചെയ്തും അവൻ മുഖാന്തരം പിതാവായ ദൈവത്തിന് സ്തോത്രം പറഞ്ഞുകൊണ്ടിരിപ്പിൻ. അപ്പോൾ എല്ലാ വാക്കിനാലായാലും ശരി, ഏതൊക്കെ കാര്യത്തിന് സ്തോത്രം പറയണം എന്നുള്ള ലിസ്റ്റ് കൊടുത്തിരിക്കുകയാണ്. അപ്പോസ്തലൻ വളരെ വേഗത്തിൽ ആ ലിസ്റ്റ് പറയുകയാണ്. വാക്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ പ്രവൃത്തി എന്ത് കാര്യമാണെങ്കിലും ശരി, എന്ത് ചെയ്താലും വാക്കിനാലോ ക്രിയയാലോ എന്ത് ചെയ്താലും സകലവും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ചെയ്തും അവൻ മുഖാന്തരം പിതാവായ ദൈവത്തിന് സ്തോത്രം പറഞ്ഞുകൊണ്ടും ഇരിപ്പിൻ. എന്തിനും സ്തോത്രം 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 പറഞ്ഞുകൊണ്ട് ദൈവത്തെ സ്തുതിക്കുന്ന ദൈവഭക്തന്മാർ ധാരാളമുണ്ട്. എൻ്റെ ജീവിതാനുഭവത്തിൽ ധാരാളം പേരെ കണ്ടിട്ടുണ്ട്. ഞാനത് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഞാനതിൽ പൂർണ്ണമായി 100% വിജയിച്ചു എന്ന് ഞാൻ അവകാശപ്പെടുന്നില്ലെങ്കിലും എത്രത്തോളം സ്തോത്രം പറയാൻ കഴിയുമോ അത്രത്തോളം സ്തോത്രം പറയും. ഇടപെടാതെ പ്രാർത്ഥിക്കാനായിട്ടും പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതിന് ദൈവം പരിശുദ്ധാത്മാവ് സഹായിക്കുന്നുണ്ട്. അത് ജീവിതത്തിന് വലിയ അനുഗ്രഹമായി ആത്മീക നിലവാരത്തിൽ നിലനിൽക്കാനായിട്ട് എത്രത്തോളെങ്കിലും സഹായിച്ചത് അതിൻ്റെ ഫലമാണ്. അതിൻ്റെ കാര്യത്തെക്കുറിച്ച് കൂടുതൽ നമുക്ക് ചിന്തിക്കാനായിട്ട് കഴിയും. അതേപോലെ ഈ സ്തോത്രം പറയേണ്ട നിരവധി ലിസ്റ്റുകൾ നമുക്കിതിനകത്ത് കാണാനായിട്ട് കഴിയുന്നുണ്ട്. ഫിലിപ്പിയ ലേഖനം 4:6 പറയുന്നത് പ്രാർത്ഥിക്കുമ്പോൾ സ്തോത്രം പറയുന്നുണ്ട്. പ്രാർത്ഥനയിൽ സ്തോത്രം പറഞ്ഞു വേണം പ്രാർത്ഥിക്കാൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. സ്തോത്രത്താൽ അല്ലേ, സ്തോത്രം പറഞ്ഞു വേണം പ്രാർത്ഥിക്കാൻ. ഞാൻ ആ വാക്യം പിന്നീട് വായിക്കാം. രണ്ടാമത് ആഹാരം കഴിക്കുമ്പോൾ ആഹാരത്തിന് സ്തോത്രം പറയണമെന്ന് വാക്യമുണ്ട്. 1 തിമോഥെയോസ് 4:3-4 വാക്യമൊക്കെ വായിക്കുമ്പോൾ
നമ്മൾ ഭക്ഷണത്തിനായിട്ട് സ്തോത്രം പറയേണ്ട കാര്യം ഇവിടെ പറയുന്നുണ്ട്. ദൈവസന്നിധി ചെല്ലുമ്പോൾ നമ്മൾ സ്തോത്രം പറയണം എന്നുള്ള സങ്കീർത്തനത്തിൽ ധാരാളം വാക്യങ്ങളുണ്ടല്ലോ. 95-ാം സങ്കീർത്തനം 2-ാം വാക്യം, 100-ാം സങ്കീർത്തനം 4-ാം വാക്യം, 147-7 അങ്ങനെ നിരവധി വാക്യങ്ങളിൽ പറയുന്നുണ്ട് ദൈവസന്നിധിയിലും സ്തോത്രം പറയേണ്ട കാര്യമുണ്ട്. അത് നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ ഒരു ഇതിനെ സംബന്ധിച്ച് അല്ലെങ്കിൽ ദൈവമകനെ സംബന്ധിച്ച് നാം ചിന്തിക്കുകയാണെങ്കിൽ അവൻ്റെ ജീവിതത്തിൽ അവൻ്റെ സദാസമയവും ഉരുവിട്ടുകൊണ്ടിരിക്കേണ്ട ഒരു ചിന്തയാണ് സ്തോത്രം പറഞ്ഞുകൊണ്ടിരിക്കുക. സ്തോത്രം പറഞ്ഞുകൊണ്ടിരിക്കുക എന്ന് പറഞ്ഞാൽ ദൈവത്തിന് നന്ദി പറയുക, ദൈവത്തെ സ്തുതിക്കുക എന്ന അർത്ഥത്തിൽ മാത്രം നമ്മളോട് ചിന്തിക്കാൻ പോയാൽ മതി. മറ്റേ വലിയ വിശാലമായ ചിന്തയിലേക്കൊന്നും പഠനത്തിലേക്കൊന്നും പോകാതെ നമുക്ക് ലഭ്യമായ ചിന്തയിൽ തന്നെ മുന്നോട്ട് പോയാൽ മതി. അതിൽ തന്നെ ധാരാളം അനുഗ്രഹമുള്ളത് കൊണ്ട് നമുക്ക് അങ്ങനെ തന്നെ നമുക്ക് ചിന്തിക്കാം. ദൈവത്തിന് നന്ദി പറയുക, ദൈവത്തിനെ സ്തുതിക്കുക. ഈ രണ്ട് കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ആവശ്യമാണ്. അതിന് ധാരാളം കാരണങ്ങളൊക്കെ ഉണ്ട്. ആരാധിപ്പാൻ നമുക്ക് കാരണങ്ങളുണ്ടെന്ന് പറഞ്ഞൊരു പാട്ട് പാടുന്ന പോലെ സ്തോത്രം പറയാൻ നമുക്ക് ഒത്തിരി കാരണങ്ങളുണ്ട്. ലിസ്റ്റ് ഞാൻ നിർത്തുന്നില്ല, നമുക്കറിയാം. ഇനി എപ്പോഴും സ്തോത്രം പറയാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി സ്വർഗത്തിൽ ചെന്നാൽ സ്തോത്രം നിർത്തുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നിർത്തുന്ന ലക്ഷണമൊന്നും കാണാനില്ല. വെളിപ്പാട് ദിവസത്തിൽ പറയുന്നത് സ്വർഗത്തിൽ ചെന്നാലും നമ്മൾ സ്തോത്രം പറയുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത്. വെളിപ്പാട് ദിവസം 4:9 പറയുന്ന വാക്യം ഇങ്ങനെയാണ്: എന്നേക്കും ജീവിച്ചിരിക്കുന്നവനായ സിംഹാസനത്തിൽ ഇരിക്കുന്നവനെ ആ ജീവികൾ മഹത്വവും ബഹുമാനവും സ്തോത്രവും കൊടുക്കുമ്പോഴൊക്കെയും 24 മൂപ്പന്മാരും സിംഹാസനത്തിൽ ഇരിക്കുന്നവൻ്റെ മുമ്പിൽ വീണു എന്നേക്കും ജീവിച്ചിരിക്കുന്നവനെ നമസ്കരിച്ചു. അവിടെ ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ട് സ്തോത്രം കൊടുക്കുമ്പോഴൊക്കെയും എന്ന് പറഞ്ഞാൽ സ്വർഗത്തിൽ ചെന്നാലും എപ്പോഴും ഈ സ്തോത്രത്തിൻ്റെ സ്വരം നമുക്ക് കേൾക്കാനായിട്ട് കഴിയുന്നുണ്ട്. അതുകൊണ്ട് ദൈവമകനാണോ അവനിൽ സ്തോത്രം അവസാനിക്കുന്ന പ്രശ്നമേ ഇല്ല. എന്നവൻ ദൈവമകനായി തീർന്നോ അന്ന് മുതൽ അവൻ്റെ വായിൽ സ്തുതിയുണ്ട്, അല്ലേ? നാശകരമായ കുഴിയിൽ നിന്നും കുഴിഞ്ഞ ചേറ്റിൽ നിന്നും അവൻ എന്നെ കയറ്റി, ക്രിസ്തുവാകുന്ന പാറമേൽ എന്നെ നിർത്തി, അല്ലേ? എൻ്റെ ഗമനത്തെ അവൻ സ്ഥിരമാക്കി, എൻ്റെ വായിൽ പുതിയൊരു പാട്ട് തന്നു, അത് നമ്മുടെ ദൈവത്തിന് സ്തുതി തന്നെ. കേട്ടോ, എന്നാണ് നാശകരമായ കുഴിയിൽ നിന്ന് കയറിയേ? അപ്പോൾ തന്നതാണ് ഈ നാവിലൊരു പാട്ടായിട്ട് തന്നിരിക്കുകയാണ് എന്ന് പറഞ്ഞാൽ എപ്പോഴും പാടിക്കൊണ്ടിരിക്കുന്ന ഒരു പാട്ടായിട്ട് ദൈവം അന്ന് തൊട്ട് നാവിൽ തന്നൊരു സംഭവമാണ് സ്തോത്രം. സ്തോത്രം, ഹല്ലേലൂയ. എത്രത്തോളം ദൈവത്തെ സ്തുതിക്കാമോ അത്രത്തോളം നമ്മൾ ദൈവത്തെ സ്തുതിക്കണം. അതുകൊണ്ട് എബ്രായ ലേഖനം 13:15 വാക്യം പറയുന്നത് ശ്രദ്ധേയമായ വാക്യമാണ്. അതുകൊണ്ട് അവൻ മുഖാന്തരം നാം ദൈവത്തിന് അവൻ്റെ നാമത്തെ ഏറ്റുപറയുന്ന അധരബലം എന്ന സ്തോത്രയാഗം ഇടവിടാതെ അർപ്പിക്കുക. ഇവിടെ പറയാണ്, അപ്പോസ്തലൻ വീണ്ടും ഓർമ്മപ്പെടുത്തുന്നു, അധരബലം എന്ന സ്തോത്രയാഗം ഇടവിടാതെ അർപ്പിക്കുക. അതൊരു യാഗമാണെന്നാണ് പറയുന്നത്. ഒരു സ്തോത്രം പറഞ്ഞാൽ അതൊരു യാഗമാണെന്ന് പറയുന്നത് എനിക്ക് അത്ഭുതമായിട്ട് തോന്നി. കാരണം ഒരു യാഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലവ്, ഒരു കാളയെ മേടിച്ചു കൊണ്ടുപോയി യാഗം കഴിക്കണമെങ്കിലത്തെ ചിലവ് ആലോചിച്ച് നോക്കി. ഇപ്പോൾ 1,00,000 രൂപകളൊക്കെ ഉണ്ടെന്നാണ് പറയുന്നത്. 50,000 നല്ല ഒരു കാളയെ മേടിച്ച് ഊനമില്ലാത്തതിനൊക്കെ മേടിച്ചു കൊണ്ടുപോകണമെങ്കിൽ ഭയങ്കര വിലയാണ്. അങ്ങനെ ഒരു സ്തോത്രം പറയാൻ തന്നെ ആയിരക്കണക്കിന് രൂപ ചിലവുള്ള കാര്യമാണ് പറയുന്നത്. നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ കർത്താവേ സ്തോത്രം എന്ന് പറഞ്ഞാൽ, യേശുവേ സ്തോത്രം എന്ന് പറഞ്ഞാൽ അതിനകത്തൊരു യാഗം കഴിച്ചതിൻ്റെ അത്രയും മൂല്യമുണ്ടെന്ന് പറയുമ്പോൾ അത്ഭുതപ്പെടുന്ന കാര്യമായിട്ട് നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് മറ്റൊരു കാര്യം കൂടെ പറയുന്നുണ്ട്, അധരബലം എന്ന സ്തോത്രയാഗം ഇടപെടാതെ അർപ്പിക്കുക. അപ്പോൾ അതിലൊരു അർത്ഥം കൂടെ നമുക്ക് എടുക്കാൻ കഴിയും. ഈ സ്തോത്രയാഗം കഴിക്കുമ്പോൾ അതിനൊരു ഫലമുണ്ടെന്നാണ് ഇതിൽ നിന്ന് വ്യക്തമാകുന്നത്. അധരത്തിലൂടെ ഒരു സ്തോത്രം വന്നു കഴിഞ്ഞാൽ അതിന് ഫലമുണ്ടെന്നാണ് പറയുന്നത്. എന്തൊക്കെ ഫലങ്ങളാണ് ഈ സ്തോത്രം പറയുമ്പോൾ ലഭിക്കുന്നതെന്ന് ചിന്തിക്കാൻ പോയാൽ ഒത്തിരി കിട്ടും. ഞാനൊരു 6-7 കാര്യങ്ങൾ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാനായിട്ട് താല്പര്യപ്പെടുകയാണ്. ഈ സ്തോത്രം പറഞ്ഞാൽ ലഭിക്കുന്ന 6-7 ഗുണങ്ങൾ പറഞ്ഞു തരാം. അത് നമുക്ക് ചിലപ്പോൾ ഒരു ഉത്തേജനമായി തീരും. നമ്മൾ സ്തോത്രത്തിൽ ജായിരിക്കാനായിട്ട് അതൊരു മുഖാന്തരമായി തീരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. എൻ്റെ ബാല്യത്തിൽ എൻ്റെ ഭവനത്തിൽ ധാരാളം സ്തോത്ര സ്വരങ്ങളായിരുന്നു എപ്പോഴും കേട്ടുകൊണ്ടിരുന്നത്. ഞാനത് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. മമ്മി എന്നെ സ്തോത്രം പറയാനൊക്കെ ഒത്തിരി നിർബന്ധിച്ച് പഠിപ്പിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അതെൻ്റെ ജീവിതത്തിൽ വലിയ അനുഗ്രഹമായി തീർന്നു. അതുകൊണ്ട് എത്ര നേരം വേണമെങ്കിലും സ്തോത്രം പറഞ്ഞാലും എനിക്ക് മടുപ്പ് വരാറില്ല. 1 മണിക്കൂർ തുടർമാനമായിട്ട് സ്തോത്രം 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 എന്ന് പറഞ്ഞുകൊണ്ടിരുന്നാലും എനിക്ക് മടുപ്പ് തോന്നാറില്ല. അതൊരു ശീലമായി മാറി. എന്ന് കാര്യം എന്ന് വെച്ചാൽ ഒരു ബാലനെ അതിൻ്റെ നടപ്പിനെ നിർമ്മലമാക്കുന്നത് എങ്ങനെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവൻ്റെ ബാല്യത്തിൽ തന്നെ നമ്മൾ പഠിപ്പിച്ചു കൊടുക്കുന്നതനുസരിച്ചിരിക്കും. അതുകൊണ്ട് ദൈവത്തെ സ്തുതിക്കാൻ, സ്തോത്രം പറയാനായിട്ട് എത്രത്തോളം പഠിപ്പിക്കാൻ കഴിയുമോ അത്രത്തോളം നമ്മുടെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുകയാണെങ്കിൽ അവരുടെ ജീവിതത്തിൽ ഈ സ്തോത്രം പറയാനായിട്ട് കഴിയും എന്നതിന് യാതൊരു സംശയവുമില്ല. നമുക്ക് ചിന്തിക്കാം എന്തൊക്കെ ഫലങ്ങളാണ് ഉണ്ടാകുന്നതെന്ന് നമുക്ക് ചിന്തിക്കാം. ഒന്നാമത്തത് ചിന്തിക്കാൻ പോവുകയാണ്. ലേവ്യ പുസ്തകം 7-ാമത്തെ അധ്യായം 11 തൊട്ട് 15 വരെയുള്ള വാക്യങ്ങളിൽ അവിടെ സമാധാന യാഗത്തെക്കുറിച്ച് പറയുന്ന വാക്യങ്ങളാണ്. അതിൽ ചില ഭാഗങ്ങൾ ഞാൻ എടുത്ത് പറയാം, എന്നിട്ട് ആ വാക്യങ്ങൾ മാത്രം വായിക്കാം. 13-ാമത്തെ വാക്യം വായിക്കുകയാണ്. ലേവ്യ പുസ്തകം 7-ന്റെ 11 തൊട്ട് 15 വരെയുള്ള വാക്യങ്ങളാണ്. അതിൽ 13-ാമത്തെ വാക്യം ഞാൻ വായിക്കുന്നു. സ്തോത്രമായുള്ള സമാധാന യാഗത്തോടു കൂടെ പുളിച്ച മാവ് കൊണ്ട് ദോശകളും ഭോജനയാഗമായി അർപ്പിക്കണം. അവിടെ പറയുന്ന കാര്യത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് സ്തോത്രയാഗം അർപ്പിക്കുന്നതിന് സമാധാനം ലഭിക്കുന്നു എന്ന് മനസ്സിലാക്കുന്നു, അല്ലേ? സമാധാന യാഗത്തിലാണ് എന്ത് ചേർക്കുന്നത്? സ്തോത്രം ചേർക്കുന്നത്.
അപ്പോൾ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് സ്തോത്രയാഗം അർപ്പിക്കുന്നവനാണ് സമാധാനം ലഭിക്കുന്നത്. അത് ശരിയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്തോത്രം പറഞ്ഞ ഓരോ ദൈവബദലിനും 2 ശരി പറയേണ്ടി വരും, ഒന്നൊന്നുമല്ല. നമുക്ക് സമാധാനം ലഭിക്കുന്നത് എപ്പോഴാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്തോത്രം. സമാധാനം ഇല്ലാത്തൊരു സന്ദർഭം വന്നു കഴിഞ്ഞാൽ നിരന്തരമായിട്ട് കുറച്ച് നേരം സ്തോത്രം പറഞ്ഞു നോക്കി, നമുക്ക് സമാധാനം കിട്ടും. ഉറക്കം വരാത്ത രാത്രി ആയിക്കോട്ടെ, ഒത്തിരി സ്തോത്രം പറഞ്ഞ് വിചാരിച്ച് കിടന്നു നോക്കി, നമുക്ക് സമാധാനം വരും, നമ്മൾ സുഖമായി ഉറങ്ങുകയും ചെയ്യും, യാതൊരു സംശയമില്ല. ഈ സ്തോത്രയാഗം പറയുന്നവന് ലഭിക്കുന്ന സമാധാനം പോലെ ഭൂമിയിൽ ഒരു മനുഷ്യന് സമാധാനം ലഭിക്കുന്നില്ല. എന്നാൽ അത് പറയുമ്പോൾ എനിക്കൊരു കാര്യം പറയാനുണ്ട്. നമ്മുടെ പല പ്രിയപ്പെട്ടവരും സ്തോത്രമൊന്നും പറയുന്നില്ല. പ്രാർത്ഥിക്കാത്ത പ്രിയപ്പെട്ടവരെ വരെ ഞാൻ സ്നാനപ്പെട്ടവരുടെ കൂട്ടത്തിൽ പലരെയും കണ്ടു. ചിലരോട് ചോദിക്കുമ്പോൾ പറഞ്ഞത് ഞാൻ പ്രാർത്ഥിച്ചിട്ട് കുറവ് ദിവസമായി എന്ന് പറയുന്നു. എനിക്കിപ്പോഴത്തെ നമ്മുടെ ചെറുപ്പക്കാരെ കുറിച്ച് ഓർക്കുമ്പോൾ സങ്കടം വരാറുണ്ട്. നമ്മുടെ ചെറുപ്പക്കാരൊക്കെ പ്രാർത്ഥിക്കുന്നുണ്ടോ എന്ന കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. പല ഭവനങ്ങളിലും കുടുംബ പ്രാർത്ഥനയും ഇല്ല, അവർ സഹകരിക്കുന്നുമില്ല, അല്ലെങ്കിൽ അവർ ജോലി തിരക്കിലും മറ്റുമായി അവർ പ്രാർത്ഥനാ ജീവിതം തന്നെ മൊത്തമായും നഷ്ടപ്പെട്ട ധാരാളം പേരുണ്ട്. അവരുടെ കാര്യം ഓർക്കുമ്പോൾ എനിക്ക് വലിയ സങ്കടമുണ്ട്. എന്നാൽ ദൈവമക്കളെ, സ്തോത്രം പറയുന്ന ആരുണ്ടോ അവരാണ് സമാധാനം അനുഭവിക്കുന്നത്. അപ്പോൾ ഇന്നും കൃപയിലേക്ക് വന്നിട്ടും, അതായത് നാശകരമായ കുഴിയിൽ നിന്നൊക്കെ കയറി വന്ന് ഇന്ന് ക്രിസ്തു ആകുന്ന പാറമേൽ നിൽക്കുന്നു എന്ന് പറയുന്ന പലർക്കും സമാധാനം അനുഭവിക്കുന്നില്ലെങ്കിൽ, സമാധാനം സ്വസ്ഥതയും കിട്ടുന്നില്ലെങ്കിൽ, സന്തോഷം അനുഭവിച്ചിട്ട് കുറേ നാളുകളായിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം ജീവിതത്തിൽ സ്തോത്രം വളരെ കുറവാണ്. സ്തോത്രയാഗം അർപ്പിക്കുന്നില്ല എന്ന് കാണാനായിട്ട് കഴിയുന്നുണ്ട്. ഫിലിപ്പിയ ലേഖനം 4:6-7 വാക്യം, നേരത്തെ ഞാൻ പറഞ്ഞത് ആ വാക്യം ഒന്ന് വായിക്കാം. 4:6-7 വാക്യം അവിടെ പറയുന്നത് ഇങ്ങനെയാണ്: ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത്, എല്ലാറ്റിലും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടുകൂടെ, വരയ്ക്കുകയാണ് ഞാൻ, സ്തോത്രത്തോടുകൂടെ ദൈവത്തോട് അറിയിക്കത്ര വേണ്ടത്. അപ്പോൾ എന്താ കിട്ടാൻ പോകുന്നതെന്ന് പറയുന്നുണ്ട്. എന്നാൽ സകല ബുദ്ധിയെയും കവിയുന്ന ദൈവസമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും നിലവുകളെയും ക്രിസ്തുയേശുവിങ്കൽ കാക്കും. കണ്ടോ, ഞാൻ പറഞ്ഞത് എത്ര ശരിയാണ്. നമുക്ക് പലതിനെക്കുറിച്ചും വിചാരങ്ങൾ വരും, അസ്വസ്ഥമായി തീരും, സ്വസ്ഥതയില്ലാത്ത അവസ്ഥ വരും, സമാധാനമില്ലാത്ത അവസ്ഥ വരും. അങ്ങനെ വരികയാണെങ്കിൽ പോലും ഒരു ഭക്തൻ സ്തോത്രം പറഞ്ഞ് ദൈവത്തോട് പ്രാർത്ഥിക്കാൻ തുടങ്ങിയാൽ, ആ സ്തോത്രം പറഞ്ഞു കഴിയുമ്പോൾ പ്രശ്നമൊക്കെ അവിടെ ഉണ്ടാകാം, എന്നാൽ നമ്മുടെ ഹൃദയത്തിലേക്ക് സകല ബുദ്ധിയെയും കവിയുന്ന, ചിന്താവിചാരങ്ങളെയൊക്കെ കവിഞ്ഞു നിൽക്കുന്ന ഒരു സമാധാനം ക്രിസ്തുയേശുവിങ്കിൽ നമുക്ക് ലഭിക്കുമെന്ന് ഇവിടെ കാണാനായിട്ട് കഴിയുന്നുണ്ട്. സ്തോത്രം. അങ്ങനെയാണെങ്കിൽ സകല ബുദ്ധിയും കവിയുന്ന ദൈവസമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും നിലവുകളെയും ക്രിസ്തുയേശുവിങ്കിൽ കാക്കുമെന്ന് ഇവിടെ വ്യക്തമാക്കുകയാണ്. അപ്പോൾ ഒന്നാമത് നമ്മൾ മനസ്സിലാക്കുന്നത്, സ്തോത്രം പറയുന്നവർക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ നിക്ഷേപം അവർക്ക് ലഭിക്കുന്നതാണ് സമാധാനം. ഇത്രത്തോളം വലിയ ഒരു സമ്മാനം കിട്ടാനില്ല. ഈ ഭൂമിയിൽ ഒരു മനുഷ്യന് ലഭിക്കാവുന്ന ഏറ്റവും വലിയ നിധി ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ക്രിസ്തുവാണ്, സംശയമില്ല. എന്നാൽ ക്രിസ്തുവിലൂടെ ലഭിക്കുന്ന സമാധാനമാണ് അവൻ്റെ കയ്യിൽ ലഭിക്കുന്ന ആ നിക്ഷേപം, അല്ലെങ്കിൽ ആ ഭാഗ്യപദവി, ആ സന്തോഷം. അതാണ് ഏറ്റവും വലിയ കാര്യം. ആ സമാധാനം ലഭിക്കണമെങ്കിൽ ഒറ്റ വഴിയേ കാണുന്നുള്ളൂ, സ്തോത്രം എന്ന യാഗം അർപ്പിക്കുക തന്നെ വേണം. രണ്ടാമത് നമുക്ക് 2-3 കാര്യങ്ങൾ താഴോട്ട് ചിന്തിക്കാൻ, ഈ പൗലോസ് പറഞ്ഞ ഭാഗത്തു നിന്ന് തന്നെ നമ്മൾ വായിച്ച ടെസ്റ്റിൽ നിന്ന് തന്നെ നമുക്ക് ചിന്തിക്കാനായിട്ട് താല്പര്യപ്പെടുകയാണ്. നമ്മൾ വായിച്ച ടെസ്റ്റിൽ നിന്ന് തന്നെ ധാരാളം വാക്യങ്ങളുണ്ട്. അതായത് നമ്മുടെ 1 തെസ്സലോനിക്കർ 5:18 വായിച്ചത്. എല്ലാറ്റിനും സ്തോത്രം ചെയ്യുവിൻ, ഇതെല്ലാം നിങ്ങളെക്കുറിച്ച് ക്രിസ്തു യേശുവിൽ ദൈവഇഷ്ടം. അതിനുശേഷം പറയുന്ന കാര്യങ്ങളൊക്കെ ലഭിക്കുന്നത് ഈ സ്തോത്രം പറഞ്ഞാൽ ലഭിക്കുന്ന കാര്യങ്ങളാണ്. അത് നമുക്ക് ഓരോന്നോരോന്നായിട്ട് ചിന്തിക്കാം. അതിൻ്റെ 19-ാമത്തെ വാക്യം വായിക്കുന്നത് ഇങ്ങനെയാണ്: ആത്മാവിനെ കെടുക്കരുത് എന്ന് പറഞ്ഞാൽ എന്താ അറിയോ? ആത്മാവിൻ്റെ ജനനം നഷ്ടപ്പെടാതെ സൂക്ഷിക്കണമെങ്കിൽ സ്തോത്രം പറഞ്ഞുകൊണ്ടിരിക്കണം. സ്തോത്രം പറയാത്തവർക്കൊന്നും ഈ പരിശുദ്ധാത്മാവിന് ജ്വലനം ഉണ്ടാകില്ല. ഒരിക്കൽ അന്യഭാഷ പറഞ്ഞതായിരിക്കാം, ഒരു ജ്വലനമൊക്കെ ഉണ്ടായി. ചിലർ പറയാറില്ല, ഞാനൊന്ന് അന്ന് ഭയങ്കര ശക്തിയൊക്കെ വന്നതാ, ഒരു ശക്തീകരണമൊക്കെ പ്രാപിച്ചതാ, പോയി. എന്താ കാരണം? സ്തോത്രത്തിൽ കവിഞ്ഞിരുന്നില്ല. സ്തോത്രയാഗം നിരന്തരമായി അർപ്പിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ എന്ത് സംഭവിക്കും? ഈ ആത്മാവിൻ്റെ ജ്വലനം നഷ്ടപ്പെട്ടു പോകും, ആത്മാവ് കെട്ടുപോകും. ആ ജ്വലനം നഷ്ടപ്പെട്ടു പോകുന്നതിന് കാരണം ഇതാണ്. ഞാൻ പറയാറുണ്ട്, ഒരു വിളക്ക് കത്തിച്ച് അത് ജ്വലിച്ച് നിൽക്കണമെങ്കിൽ അതിലുള്ള ഓയിൽ നമ്മൾ പകർന്നുകൊണ്ടിരിക്കണം. ഇന്ന് ദേവദാസൻ പ്രാർത്ഥിക്കുമ്പോൾ പറഞ്ഞല്ലോ, എക്സ്ട്രാ ഓയിൽ വേണം. എക്സ്ട്രാ ഓയിൽ കിട്ടണമെങ്കിൽ ഒറ്റ വഴിയുള്ളൂ, സ്തോത്രം പറയുമ്പോഴാണ് ഈ എക്സ്ട്രാ ഓയിൽ വരുന്നത്. സ്തോത്രത്തിലൂടെയാണ് ആത്മാവിൻ്റെ ജ്വലനത്തിനുള്ള എക്സ്ട്രാ ഓയിൽ വരുന്നത്. ശരിയാണോ? നമ്മൾ പരിശുദ്ധാത്മാ അന്യഭാഷയിൽ, അല്ലെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ വലിയ ശക്തി നിറഞ്ഞ അന്യഭാഷയിൽ ആരാധിക്കുന്ന എപ്പോഴാണ്? എത്രത്തോളം സ്തോത്രത്തിൽ കവിഞ്ഞു വരുമ്പോഴാണ്. നമ്മുടെ ഹൃദയം നന്ദി കൊണ്ട് നിറഞ്ഞ് സ്തോത്രത്തിൽ കവിഞ്ഞ് വരുമ്പോഴാണ് ഈ അന്യഭാഷയായി മാറുന്നത്. ആത്മാവിൽ നമുക്ക് സ്തോത്രം പറയാൻ കഴിയും. അത് ഞാൻ പിന്നീട് പറയാം, അവിടേക്ക് നമുക്ക് വരാം. എന്നാൽ ഇവിടെ പറയുകയാണ്, ആ ആത്മാവിൻ്റെ ജ്വലനം കെടാതിരിക്കണമെങ്കിൽ സ്തോത്രം പറഞ്ഞേ പറ്റൂ. അത് രണ്ടാമത്തെ കാര്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. അതിൻ്റെ 20-ാമത്തെ വാക്യത്തിൽ അടുത്ത വാക്യം പറയുന്നത്, പ്രവചനം തുച്ഛീകരിക്കരുത് എന്ന് പറഞ്ഞാൽ, ഈ സ്തോത്രം പറയുന്നവനാണ് പ്രവചനവരം ലഭിക്കുന്നത്.
സ്തോത്രം പറയാത്തതിന് പ്രവചനവരം ലഭിക്കുന്നതെന്ന് നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല. ഒന്നുകൂടെ പറഞ്ഞു കഴിഞ്ഞാൽ ദൈവാലോചന ലഭിക്കുന്നത് സ്തോത്രം പറയുന്നവനാണ്. പ്രവചനങ്ങളാണ് തിരുവചന വാക്യങ്ങൾ മുഴുവൻ. സ്തോത്രം പറഞ്ഞ് ദൈവത്തെ സ്തുതിക്കുന്നതിനാണ് ദൈവാലോചന കിട്ടുന്നത്. അല്ലാത്തവന് കിട്ടുന്നുണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കോപ്പി അടിക്കാൻ പറ്റും, അല്ലെങ്കിൽ വേറെ ആരെങ്കിലും പറഞ്ഞതൊക്കെ പറയാനായിട്ട് കഴിയും. അതൊക്കെ കഴിഞ്ഞെന്ന് വരും. അതൊന്നുമല്ല, ദൈവാത്മാവിൽ നമുക്ക് സംസാരിക്കാനായിട്ട് കഴിയുന്നത് നമ്മുടെ ഹൃദയത്തെ സന്തോഷിപ്പിക്കുന്ന തിരുവചനം ലഭിക്കണമെങ്കിൽ സ്തോത്രം പറയണം. അപ്പോൾ നമുക്ക് തുച്ഛീകരിക്കപ്പെടാത്ത, അംഗീകരിക്കാൻ കഴിയുന്ന പ്രവചനവാക്യങ്ങൾ സ്തോത്രം പറയുന്നവനാണ് ലഭിക്കുന്നത്. പലർക്കും പലതും കിട്ടുന്നുണ്ട്, അല്ലെങ്കിൽ പലരും കേൾക്കുന്നുണ്ട്. മമ്മിയൊക്കെ പണ്ട് പ്രാർത്ഥനയ്ക്ക് പോകുമ്പോൾ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടിരുന്നത് പ്രവചനം കേൾക്കാനാണ്. അന്ന് ഒത്തിരി പ്രവാചകന്മാർ ദൈവസഭ വരും. കർത്താവേ, ആരെങ്കിലും പ്രവാചകന്മാർ വന്നു കഴിഞ്ഞാൽ അവരെന്നോട് സംസാരിക്കണമേ, എൻ്റെ കുറവുകൾ കണ്ടുപിടിച്ച് ഉണരാനാന്നൊക്കെ പറഞ്ഞ് മാമി പ്രാർത്ഥിച്ചു പോകണമെന്ന് കേട്ടിട്ടുണ്ട്. അത് കേൾക്കുമ്പോൾ ഞാൻ അത്ഭുതപ്പെട്ട് പോകാറുണ്ട്. എനിക്കാണെങ്കിൽ പേടിയാണെന്ന്. കാരണം പ്രവാചകന്മാർ വന്നു കഴിഞ്ഞാൽ പറയാൻ പോകുന്നത് നമ്മുടെ കുറ്റമാണ്, കുറവശങ്ങളാണ്. ഇന്ന് അങ്ങനല്ല. ഇന്ന് പ്രവാചകന്മാർ വന്നു കഴിഞ്ഞാൽ സന്തോഷമാണ്, നമ്മളൊക്കെ കിട്ടാൻ പോകുന്ന ഉയർച്ചയെക്കുറിച്ചേ പറയുള്ളൂ. അങ്ങനെയല്ല വേദപുസ്തകത്തിലെ പ്രവാചകന്മാർ സത്യത്തിൽ എങ്ങനെയാണ്? അവരെ കുറവശങ്ങളാണ്, ദൈവത്തോട് അടുക്കുന്നതിന് തടസ്സങ്ങളെയാണ് വെളിപ്പെടുത്തി പറയാറ്. അതാണ് സാധാരണ കേട്ട് മാനസാന്തരപ്പെടുന്നത്. അതാണ് പ്രവചനവരങ്ങളുടെ ഏറ്റവും വലിയ പ്രയോജനം തന്നെ. പല പ്രവചനങ്ങളുമുണ്ട്. പിണങ്ങിയാൽ നീ ഒരു ചകിരി പോലെയാകുന്നു. മുഖത്ത് നോക്കി പറയുമ്പോഴത്തെ സ്ഥിതി എന്ന് ആലോചിച്ച് പിണങ്ങി വന്നതാണ്. സഭായത്തിൽ ചെന്നിരിക്കുമ്പോൾ പ്രവാചകൻ മുഖത്ത് നോക്കി പറയുമ്പോൾ ഒരു വിറയലുണ്ട്. കർത്താവ് പറഞ്ഞല്ലോ എന്ന് ഓർക്കുമ്പോൾ. അങ്ങനെ ഉണ്ടായിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. എന്നാൽ ഇന്ന് അങ്ങനത്തെ പ്രവചനങ്ങളൊക്കെ ലഭിക്കാതെ വരുന്ന ഒരു കാലഘട്ടമായി വരുന്നു. ഇത് കാരണം മറ്റൊന്നുമല്ല, പ്രവാചകന്മാരുടെ വായിലും സ്തോത്രമില്ല, കേൾക്കുന്നവരുടെ വായിലും സ്തോത്രമില്ല. അതുകൊണ്ട് തുച്ഛീകരിക്കപ്പെടുന്ന പല പ്രവചനങ്ങളുമായിട്ട് മുന്നേറുകയാണ്. എന്നാൽ നമുക്ക് പ്രവചനങ്ങൾ അത്യാവശ്യമാണ്. വചനത്തിലുള്ള പ്രവചനങ്ങൾ നമ്മുടെ പ്രകാശനമായി വരണമെങ്കിലും സ്തോത്രം പറഞ്ഞുകൊണ്ടിരിക്കണം എന്നിവിടെ വ്യക്തമാക്കുകയാണ്. അതിന് 21-ാം വാക്യം വായിക്കുമ്പോൾ ഇങ്ങനെയാണെന്നു: സകലവും ശോധന ചെയ്ത് നല്ലത് മുറുകെ പിടിക്കുവിൻ. സ്തോത്രം പറയുന്നവർക്ക് മാത്രമേ സത്യത്തിൽ നല്ലത് മുറുകെ പിടിക്കാൻ പറ്റുള്ളൂ. ഇല്ലെങ്കിൽ നമുക്ക് പലതും അശുദ്ധിയായത്, അല്ലെങ്കിൽ നല്ലതല്ലാത്തത്, അല്ലെങ്കിൽ ഒന്നുകൂടെ പറഞ്ഞാൽ ചേർച്ചയല്ലാത്തത് നമ്മുടെ ജീവിതത്തിൽ വരും. പൊട്ടച്ചല്, കളിവാക്ക്, ചേർച്ചയല്ലാത്തത് നമ്മുടെ നാവി വരുന്നതിന് കാരണം എന്താ? സ്തോത്രം പറയാത്തതുകൊണ്ട്. അതുകൊണ്ട് നല്ലത് മുറുകെ പിടിക്കണമെങ്കിൽ സ്തോത്രം പറഞ്ഞുകൊണ്ടിരുന്നാൽ ഇതൊന്നും നമ്മുടെ വായിൽ വരില്ല. നമ്മുടെ ദൈവസഭയിൽ തന്നെ ധാരാളം പേര് സ്തോത്രത്തിൽ ജായിരിക്കുന്നവരുണ്ടെന്ന് എനിക്കറിയാം. അവർ സംസാരിക്കുമ്പോൾ കേൾക്കുമ്പോൾ തന്നെ എനിക്കറിയാം സ്തോത്രത്തിൻ്റെ അനുഭവം, ഒരു നനവ് ആ വാക്കുകളിലൊക്കെ ഉണ്ട്. അത് കേൾക്കുമ്പോൾ അവർ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയാണ്. അവരൊരു കാര്യം ചെയ്താൽ മതി, സ്തോത്രത്തിൽ കവിഞ്ഞിരുന്നാൽ മതി, സ്തോത്രം നിർത്തണ്ട. അത് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ അനുഗ്രഹം ദൈവം തന്നിട്ടുണ്ട്. ആ അനുഗ്രഹം നഷ്ടപ്പെടുത്തരുത്, മുന്നോട്ട് പോകണം. അതുകൊണ്ടുള്ള ഗുണം പറയാം, നല്ലത് മുറുകെ പിടിക്കാനുള്ള അവസരം ലഭിക്കുന്നത് ഈ സ്തോത്രം പറയുന്നവർക്കാണ്. ഇല്ലെങ്കിൽ എന്താ കാര്യം? നമ്മളിപ്പോൾ ഈ കാലഘട്ടത്തിൽ ജീവിക്കുന്നത് നന്മതിന്മകളുടെ ഒരു ലോകത്താണ് ജീവിക്കുന്നത്. ഇവിടെ നല്ലത് കിട്ടിയില്ലെങ്കിൽ നമ്മൾ തകർന്നു പോകും. അത് വരാതിരിക്കണമെങ്കിൽ ദൈവമക്കളെ, നല്ലത് മുറുകെ പിടിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? സകലവും ശോധന ചെയ്യുന്ന പരിജ്ഞാനത്തിൻ്റെ വരം നമുക്ക് ലഭിക്കുന്നത് സ്തോത്രം പറയുന്നവർക്ക്. നല്ലത് അല്ലേ? സകലവും ശോധന ചെയ്യുന്ന, എല്ലാം ശോധന ചെയ്യണം. അതിൽ സകലവും ശോധന ചെയ്ത് ഒരു പരിജ്ഞാനത്തിൻ്റെ വരം വേണം. ഇന്നതാണ് ശരിയെന്ന് പറയുന്നത്. ആ വരം ലഭിക്കുന്നത് സ്തോത്രം പറയുന്നവർക്കാണ്. പ്രവചനവരം ലഭിക്കുന്ന പോലെ തന്നെയാണ് ഈ വരം ലഭിക്കുന്നതെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അടുത്തത് അപ്പോസ്തലൻ ഓർമ്മപ്പെടുത്തിയത് അതിൻ്റെ 22-ാം വാക്യത്തിലാണ്. അതായത് 5-ാമത്തെ കാര്യം പറയുകയാണ്: സകല ദോഷവും വിട്ടകലുവിൻ. സകല ദോഷവും വിട്ടകലുവിൻ എന്ന് പറഞ്ഞാൽ ദോഷങ്ങൾ അല്ലെങ്കിൽ ദുഷ്ടൻ്റെ തന്ത്രങ്ങളിൽ നിന്ന് ജയിക്കാൻ കഴിയുന്നത് നിരന്തര സ്തോത്രം കൊണ്ടാണ്. പണ്ട് എൻ്റെ ബാല്യത്തിലെ ഒരു ദേവാസൻ സഭയെ വന്നിട്ട് പ്രസംഗിക്കുമ്പോൾ സ്തോത്രത്തെക്കുറിച്ച് പറയുമ്പോൾ പറഞ്ഞ വാചകം എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. ഒരു ദൈവവൈതൽ ഒരു സ്തോത്രം പറഞ്ഞാൽ പിശാച് 2 മൈൽ ദൂരത്തേക്ക് മാറി നിൽക്കുന്നു. രണ്ടാമതൊരു സ്തോത്രം പറയുമ്പോൾ വീണ്ടും ഒരു 2 മൈൽ കൂടെ ദൂരത്തേക്ക് അവൻ പോകും. എന്താ പറഞ്ഞത്? സ്തോത്രം പറയുന്നതിൻ്റെ അടുത്തേക്ക്, ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ അടുത്തേക്ക് പിശാച് വരില്ലെന്ന് അദ്ദേഹം പറഞ്ഞു. എൻ്റെ വാക്യത്തിൻ്റെ അടിസ്ഥാനമൊന്നും അദ്ദേഹം പറഞ്ഞില്ലെങ്കിലും ഞാനത് അന്ന് എൻ്റെ ചെറുപ്പത്തിൽ കുറിച്ചിട്ടതാണ്. അതുകൊണ്ട് എപ്പോഴെങ്കിലും പിശാച് അടുത്ത് വരുന്നു എന്നൊക്കെ തോന്നുമ്പോൾ അന്ന് ചെറുപ്പത്തിൽ പേടി തോന്നുമ്പോഴൊക്കെ സ്തോത്രം പറയും. കാരണം എന്താ? പിശാചിൻ്റെ അടുത്ത് വരില്ലല്ലോ എന്നോർത്ത്. അതൊരു സത്യമാണ് ഒരു കണക്കിൽ പറഞ്ഞാൽ. നമ്മുടെ ജീവിതത്തിൽ നിന്ന് സകല ദോഷവും വിട്ടകലുവാൻ, അല്ലെങ്കിൽ നമുക്ക് ഈ ദുഷ്ടൻ്റെ അധീനം അല്ലെങ്കിൽ ആ സ്വാധീനമുള്ള ഈ ദുഷ്ടലോകത്തിൽ പിശാചിൻ്റെ സ്വാധീനത്തിൽ നിന്ന് വിട്ടുമാറി നമുക്ക് ജീവിക്കണമെങ്കിൽ സ്തോത്രത്തിൽ കവിഞ്ഞിരിക്കുക തന്നെ വേണം. സ്തോത്രം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഈ സകല ദോഷവും വിട്ടകന്ന് നമുക്ക് ജീവിക്കാനായിട്ട് കഴിയും. 6-ാമത്തെ കാര്യം എൻ്റെ 23-ാമത്തെ വാക്യത്തിലുണ്ട്. 23-ാം വാക്യം വായിക്കുന്നത് ഇങ്ങനെയാണല്ലോ: സമാധാനത്തിൻ്റെ ദൈവം തന്നെ നിങ്ങളെ മുഴുവനും ശുദ്ധീകരിക്കുമാറാകട്ടെ. എൻ്റെ ബാല്യത്തിൽ ഞാൻ കർത്താവിനോട് കൂടുതൽ അടുക്കാൻ വേണ്ടി കർത്താവിനോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. കർത്താവേ, എനിക്ക് വിശുദ്ധനായി ജീവിക്കണം എന്ന് പറഞ്ഞ് ഇങ്ങനെ കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് എന്നെ ഓർമ്മപ്പെടുത്തി സ്തോത്രം പറഞ്ഞുകൊണ്ടിരുന്നാൽ മതി എന്നാണ് അന്ന് എൻ്റെ ബാല്യത്തിൽ. ഞാൻ എൻ്റെ 6-ാം ക്ലാസ്സിൽ പഠിക്കുന്ന പ്രായത്തിലാണ് അതിന് ഇടയായത്. അപ്പോൾ ഞാൻ സ്തോത്രം പറയാൻ തുടങ്ങി. എനിക്ക് ഭയങ്കര സന്തോഷം ലഭിക്കാൻ തുടങ്ങി. കാരണം എന്താ അറിയോ? ഈ സ്തോത്രം പറയുമ്പോൾ
നമ്മുടെ മുഴുവൻ ദേഹം, ദേഹി, ആത്മാവിലെ കന്മഷമൊക്കെ മാറി നമ്മൾ ശുദ്ധീകരിക്കപ്പെടും. എന്താണെന്ന് അറിയോ? സ്തോത്രം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തിക്കൊണ്ടേയിരിക്കും. സ്തോത്രം പറഞ്ഞുകൊണ്ടിരിക്കുന്നവർക്കറിയാം. എന്താണെന്നറിയോ? നമ്മുടെ ജീവിതത്തിലെ പോരായ്മയൊക്കെ വെളിപ്പെടുത്തി തരും. നമ്മൾ സ്തോത്രം പറയുന്നത് എന്തിനൊക്കെ വേണ്ടിയെന്ന് ഞാൻ പറയാം. അപ്പോൾ സ്തോത്രം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമ്മുടെ ഹൃദയത്തിലൊരു സന്തോഷം വരും. അത് മാത്രമല്ല, കുറ്റബോധം ധാരാളം വരും. സ്തോത്രം പറയും നമ്മൾ കർത്താവിനോട് കരയാൻ തുടങ്ങും. കർത്താവിൻ്റെ സന്നിധി സ്തോത്രം പറയുന്നതിനെ കരയാൻ പറ്റുള്ളൂ. സ്തോത്രം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നന്ദി പറയുമ്പോൾ, കർത്താവെ ഞാൻ ഇത്രയും തെറ്റ് ചെയ്തിട്ടും കർത്താവ് എന്നെ കാത്തു പരിപാലിക്കുന്നല്ലോ എന്ന് ഓർത്ത് അറിയാതെ സ്തോത്രം പറയും. ഒരു റെഡിമെയ്ഡ് കൊന്ത ചൊല്ലി എണ്ണുന്നത് പോലെ സ്തോത്രം പറയലല്ല. നമ്മൾ ആത്മാർത്ഥയോടെ ദൈവത്തെ സ്തുതിക്കുമ്പോഴാണ് ഈ അനുഭവങ്ങളൊക്കെ ഉണ്ടാകുന്നത്. നമ്മൾ ശുദ്ധീകരിക്കപ്പെടുന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. ഇന്നലെ രാത്രി ഞാൻ ദൈവത്തെ സ്തുതിക്കുമ്പോഴൊക്കെ എനിക്ക് ആ അനുഭവം ഉണ്ടായി. പരിശുദ്ധാത്മാവ് എന്നോട് ഇടപെട്ടു. നമ്മുടെ നന്മയൊക്കെ മുടങ്ങുന്നത് എന്താണെന്നുള്ളതിനെ കുറിച്ച് പരിശുദ്ധാത്മാവ് ഇടപെടുന്നു അല്ലേ? എന്താണ് പറയുന്നത്? നേരോടെ നടക്കുന്നവർക്ക് ഒരു നന്മയ്ക്കും മുടക്കം വരികയില്ല. സ്തോത്രം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തുക, നേരോടെ നടക്കുന്നവർക്ക് ഒരു നന്മയ്ക്കും മുടക്കം വരികയില്ല. ഒന്നുകൂടെ ഓർത്ത് നോക്കിയേ, കർത്താവെ എൻ്റെ നന്മ വല്ലതും മുടങ്ങുന്നുണ്ടോ? വിറയ്ക്കാൻ തുടങ്ങും, നമ്മൾ കിടുങ്ങും. നമ്മുടെ നന്മ മുടങ്ങി എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പരിഭവം പറയുന്നുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിലെ പ്രശ്നം നമ്മിൽ നേരില്ല. ഏതൊക്കെ വിഷയത്തിൽ നേരില്ല എന്ന് അപ്പോൾ നമ്മൾ ചോദിക്കാൻ തുടങ്ങും. കർത്താവെ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തി തരണമെന്ന് പറയുമ്പോൾ പരിശുദ്ധാത്മാവ് നമുക്ക് പാപത്തെക്കുറിച്ച്, നീതിയെക്കുറിച്ച്, അതുമൂലം ഉണ്ടാകാൻ പോകുന്ന ന്യായവിധിയെക്കുറിച്ച് ബോധം വരുത്തുകയും ആ പരിശുദ്ധാത്മാവിൻ്റെ ഇടപെടലുണ്ടാകുകയും നമ്മൾ കരഞ്ഞ് ദൈവത്തെ സ്തുതിക്കുകയും ചെയ്യുന്ന അനുഭവങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിലുണ്ടാകും. ദൈവമക്കളെ, ഇത് നമുക്ക് ആവശ്യമാണ്. കാരണം എന്ന് അറിയോ? ഈ സ്തോത്രം പറഞ്ഞാലേ ശുദ്ധീകരിക്കപ്പെടുകയുള്ളൂ. സ്തോത്രം ശുദ്ധീകരിക്കപ്പെടാനായിട്ട് നമ്മെ തന്നെ ഏൽപ്പിക്കാൻ ആർക്കെങ്കിലും താല്പര്യമുണ്ടോ? സ്തോത്രത്തിൽ ഒന്ന് കവിഞ്ഞിരിക്കാമോ? സ്തോത്രത്തിൽ ഇപ്പോൾ തന്നെ ദൈവത്തെ സ്തുതിച്ചു തുടങ്ങി. ഹല്ലേലൂയ, ദൈവമേ അങ്ങ് സ്തുതിക്കുന്നു. സ്തോത്രം 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 സ്തോത്രം. യേശുവേ എന്നെ ഒന്ന് ശുദ്ധീകരിക്കണമേ. സ്തോത്രം സ്തോത്രം. എൻ്റെ ദേഹി ആത്മാവിനെ എല്ലാം കൺവെൻഷനൊക്കെ ഒന്ന് നീക്കി എന്നെ ഒന്ന് ശുദ്ധീകരിക്കണമേ എന്ന് പറഞ്ഞുകൊണ്ട് ഒന്ന് സ്തോത്രം പറഞ്ഞു തുടങ്ങി. സ്തോത്രം സ്തോത്രം സ്തോത്രം. കർത്താവേ എന്നെ ശുദ്ധീകരിക്കണമേ. സ്തോത്രം 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 എന്ന് പറഞ്ഞെന്ന് നമ്മളൊന്ന് ദൈവത്തെ ഒന്ന് സ്തുതിച്ച് മഹത്വം കരയറ്റി തുടങ്ങൂ. ജീവിതത്തിൽ വലിയ അത്ഭുതങ്ങൾ കാണാം. നാം ശുദ്ധീകരിക്കപ്പെടുന്നത് കാണാനായിട്ട് കഴിയും. ഏഴാമത്തെ കാര്യം പറയാൻ പോവുകയാണ്. ഏഴാമത്തെ കാര്യം അതിൻ്റെ വിശദീകരണം തന്നെയാണ് സത്യത്തിൽ. അവിടെ വാക്യം ഇങ്ങനെയാണ്, അതിൻ്റെ തുടർന്നുള്ള ഭാഗം വാക്യം ഇങ്ങനെയാണ്: നിങ്ങളുടെ ആത്മാവും പ്രാണനും ദേഹവും അശേഷം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പ്രത്യക്ഷതയിൽ അനന്യമായി വെളിപ്പെടും വണ്ണം കാക്കപ്പെടുമാറാകട്ടെ. നോക്കിയേ, നമ്മൾ ദേഹം, ഈ ആത്മാവിൽ സ്തോത്രം പറഞ്ഞൊരു ശുദ്ധീകരണം പ്രാപിച്ചു കഴിഞ്ഞാൽ സംശയിക്കേണ്ട, കർത്താവിൻ്റെ പ്രത്യക്ഷതയിലേക്ക് നമ്മളെ അവൻ കാത്തു സൂക്ഷിക്കും. സ്തോത്രം പറയാതെ ഡ്രൈ ആയിട്ട് നടക്കുന്ന, അല്ലെങ്കിൽ ആത്മാവിൻ്റെ ഇന്ധനമായ ആ ആത്മാവിലെ പകരപ്പെടേണ്ട വിളക്കിലേക്ക് പകരപ്പെടേണ്ട എണ്ണയായ സ്തോത്രം അത് കുറഞ്ഞിരിക്കുന്നവർക്കൊന്നും മണവാളന്റെ കാഹളധ്വനി കേൾക്കുമ്പോൾ പോകാൻ പറ്റില്ല. ഇടവിടാതെ സ്തോത്രം പറയുന്നവർ ക്രിസ്തുവിൻ്റെ പ്രത്യക്ഷതയിൽ എടുക്കപ്പെടും. അതാണ് ഏഴാമത്തെ കാര്യം. ഇടവിടാതെ സ്തോത്രം പറയുന്നവർക്കാണ് ക്രിസ്തുവിൻ്റെ പ്രത്യക്ഷതയിൽ നമുക്ക് പോകാൻ കഴിയുള്ളൂ, ആ പ്രത്യക്ഷതയിൽ ഉൾപ്പെടുവാനായിട്ട് കഴിയുള്ളൂ എന്ന് നമുക്കത് വ്യക്തമാക്കുകയാണ്. അതിൻ്റെ ആ 24-ാം വാക്യം വായിക്കുന്നത് ഇങ്ങനെയുള്ള അവസാനിപ്പിക്കുന്നത് ഇങ്ങനെയുള്ളൂ: നിങ്ങളെ വിളിക്കുന്നവൻ വിശ്വസ്തനാകുന്നു, അവൻ അത് നിവർത്തിക്കും. ഏത് നിവർത്തിക്കും? നമ്മളെ നിത്യതയിൽ കൊണ്ട് എത്തിക്കുന്നു. അയ്യോ, ഇത്രയും പറഞ്ഞപ്പോൾ എനിക്ക് അത്ഭുതം തോന്നുക. ഒരു സ്തോത്രം മതിയെന്ന് നമ്മൾ നിത്യതയിലെത്താൻ, സ്തോത്രം കൊണ്ട് നിത്യതയിലെത്താന്ന് ഞാൻ മുമ്പിൽ പറഞ്ഞ ഒത്തിരി 8 കാര്യങ്ങളൊക്കെ കിടക്കുന്നുണ്ടെങ്കിലും ഈ ഒരു സ്തോത്രത്തിന് നമ്മെ നിത്യതയെ കൊണ്ടെത്തിക്കാൻ, അല്ലെങ്കിൽ കർത്താവിൻ്റെ വരവെങ്കിൽ എടുക്കപ്പെടുവാനുള്ള ഒരു ശക്തിയായി അത് മാറുമെന്ന് ഈ തിരുവചനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. എത്ര ശക്തിയാ സ്തോത്രം! ഇത് നമ്മൾ മറന്നു പോകുന്നുണ്ടോ? അതാണെന്ന് പരിശുദ്ധാത്മാവ് നമ്മളെ വീണ്ടും ഓർമ്മപ്പെടുത്തുന്നത്. സ്തോത്രം. ഞാൻ ചിലർ ഉദാഹരണ സഹിതം വ്യക്തമാക്കാം. സ്തോത്രം ചെയ്ത് വിജയിച്ച കുറേ പേരുണ്ട്. അതിൽ 2-3 പേരെ ഞാൻ പരിചയപ്പെടുത്താം. അതിൽ ഒന്നാമത് എനിക്ക് പരിചയപ്പെടുത്താൻ ഏറ്റവും താല്പര്യമുള്ളത് ഇയ്യോബിനെയാണ്. സ്തോത്രം ചെയ്ത് വിജയിച്ച മനുഷ്യനാണ്. എന്താ സ്തോത്രം പറഞ്ഞ് വിജയിച്ചു എന്ന് പറയാൻ കാരണം? ഇയ്യോബിൻ്റെ ജീവിതാനുഭവത്തിലെ എല്ലാറ്റിനും സ്തോത്രം പറയുന്ന കൂട്ടത്തിലാണ് ഇയ്യോബ്. യഹോവ തന്നാലും സ്തോത്രം, യഹോവ എടുത്താലും സ്തോത്രം. അതാ ദൈവമക്കളെ ഭക്തനെ കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത്. നമ്മൾ ചിലപ്പോൾ സ്തോത്രം പറയും, നമുക്ക് സന്തോഷം വന്നാൽ ചിലപ്പോൾ സ്തോത്രം പറയും, ചിലർക്ക് കഷ്ടം വന്നാൽ സ്തോത്രം പറയും. നമുക്ക് ലിമിറ്റുകളാണ്. എന്നാൽ എല്ലാറ്റിനും സ്തോത്രം പറയുന്ന ശീലം നമുക്കില്ല. അതാണ് ഇയ്യോബ് പഠിപ്പിച്ചത്. യഹോവ തന്നാലും യഹോവ എടുത്താലും അവൻ്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ എന്ന് പറഞ്ഞതാണ് സ്തോത്രം. യഹോവ തരുമ്പോഴും സ്തോത്രം, യഹോവ എടുക്കുമ്പോഴും സ്തോത്രം. അതാണ് സ്തോത്രം പറയേണ്ടത്. എന്നാലേ എല്ലാറ്റിനും സ്തോത്രം പറയാൻ പറ്റുള്ളൂ. അങ്ങനെ ഭക്തൻ തൻ്റെ ജീവിതത്തിൽ വിജയിച്ചു എന്ന് നമുക്കറിയാം. ഞാനത് വിശദീകരിക്കേണ്ട കാര്യമില്ല. ഇയ്യോബിൻ്റെ കാര്യം അത്രയും മാത്രം പറഞ്ഞാൽ തന്നെ നമുക്കെല്ലാം മനസ്സിലായി. സ്തോത്രം ചെയ്ത് വിജയിച്ചൊരു മനുഷ്യനാണ്. പുതിയ നിയമത്തിൽ ഒരാളെ പറയുകയാണെങ്കിൽ വേറെ ആരെയും പറയണ്ട. സ്തോത്രം പറയാനായിട്ട് പ്രബോധിപ്പിച്ച ദൈവദാസൻ തന്നെയാണ് സ്തോത്രത്തിന് ഏറ്റവും ഉദാഹരണം. പൗലോസ്
പൗലോസ് സ്തോത്രം പറഞ്ഞതിന് കണക്കില്ല. ഇടയ്ക്കിടയ്ക്ക് ഈ അധ്യായങ്ങളിൽ പലയിടത്തും ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്ത പിതാവായ ദൈവത്തിന് സന്നിധിയിൽ മുട്ടുകുത്തുന്നു എന്നൊക്കെ പറഞ്ഞ് സ്തോത്രം പറയുന്ന ഒരു ഭക്തരെ തന്നെ കാണാനായിട്ട് കഴിയുന്നുണ്ട്. തൻ്റെ വാക്കിൽ എപ്പോഴും സ്തോത്രം കവിഞ്ഞിരിക്കുന്നതായിട്ട് കാണാനായിട്ട് കഴിയുന്നുണ്ട്. അപ്പോൾ നമുക്ക് ചിന്തിക്കാൻ കഴിയുന്നത് എല്ലാവർക്കും സ്തോത്രം പറയാൻ പറ്റാത്തതിന് കാരണമുണ്ട്. എന്താണെന്നറിയോ? തൃപ്തിയില്ലാത്തതുകൊണ്ട് സ്തോത്രം പറയാത്ത. തൃപ്തി ഉണ്ടെങ്കിൽ സ്തോത്രം പറയാൻ പറ്റും. പലരും സ്തോത്രം പറയാത്തതിന് കാരണം തൃപ്തി ഇല്ലാത്തതുകൊണ്ടാണ്. അതുകൊണ്ട് പൗലോസ് പഠിപ്പിച്ചു, തൃപ്തിയുള്ള ജീവിതം നയിക്കാൻ പൗലോസ് ഉപദേശിക്കുന്നുണ്ട്. നമുക്ക് തൃപ്തി ഉണ്ടെങ്കിൽ സ്തോത്രം പറയും. ഇതൊക്കെ മതി, ഇത്രയും തന്നെയായി സ്തോത്രം. അയ്യോ, എനിക്ക് ഞാൻ ആഗ്രഹിച്ചേക്കാൾ കൂടുതലുണ്ടെന്ന്, ഇത് പോരാ പോരാ, ഇനിയും വേണം എന്ന് ചിന്തിച്ച് സ്വപ്നങ്ങൾ എഴുതി കൂട്ടുന്നവർക്കൊന്നും സ്തോത്രം പറയാൻ പറ്റില്ല. ഇതെല്ലാം കർത്താവേ അങ്ങ് എനിക്ക് തന്നെ ദാനമാണെന്ന് തിരിച്ചറിയുന്ന ദൈവമക്കൾ അറിയാതെ സ്തോത്രം പറഞ്ഞു പോകും. ഈ ലഭിച്ചിരിക്കുന്ന നന്മ തന്നെ എത്ര അധികമാണെന്ന് ആലോചിച്ച് നോക്ക്. ഇതിന് നമുക്ക് എന്ത് അർഹതയാണുള്ളത്, എന്ത് യോഗ്യതയുള്ളത്? അപ്പാ, അങ്ങനെ ഈ നല്ല ദാനങ്ങളെ ഓർക്കുമ്പോൾ ഹൃദയം പൊട്ടുക. ഇതിനൊന്നും യോഗ്യനല്ല, ഇതിനൊന്നും അർഹതയില്ല എന്ന് ദൈവമക്കളോട് ദൈവവചനം പറയാൻ എന്താ അർഹത? എനിക്കൊരു അർഹതയില്ല. എന്ത് കഴിവുള്ളത്? ഒരു പ്രാപ്തിയുമില്ല. എങ്കിലും ദൈവജനം കേൾക്കാൻ ചിലരെങ്കിലും ഈ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് അത്ഭുതം തോന്നുക, കർത്താവേ എന്നെ അതിനായി യോഗ്യനാക്കിയല്ലോ എന്ന് ഓർക്കുമ്പോൾ നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുക. അതുകൊണ്ട് പൗലോസ് അപ്പോസ്തലൻ ആ കാര്യം ഫിലിപ്പിലേഖനത്തിൽ തന്നെ പറയുന്നുണ്ട്. 4:11 തൊട്ടുള്ള വാക്യങ്ങൾ വായിക്കാം. ഞാനതൊന്ന് വായിച്ചു വിടാം. കാരണം ദൈവമക്കളെ അത് നമ്മൾ മനസ്സിലാക്കണം. നമ്മുടെ ജീവിതത്തിൽ അത് തിരിച്ചറിയേണ്ടതാ. എല്ലാവർക്കും സ്തോത്രം പറയാൻ പറ്റുന്നില്ല, കാരണം നമുക്ക് തൃപ്തിയില്ലാത്തതുകൊണ്ടാണ്. അവിടെ പൗലോസ് പറയുക 4:11, ബുദ്ധിമുട്ട് നിമിത്തമല്ല ഞാൻ പറയുന്നത്, ഉള്ള അവസ്ഥയിൽ അലംഭാവത്തോടെ ഇരിപ്പാൻ ഞാൻ പഠിച്ചിട്ടുണ്ട്. ഉള്ളത് മതി എന്ന് പറഞ്ഞിരിപ്പാൻ ഞാൻ പഠിച്ചിട്ടുണ്ടെന്ന്. അതെല്ലാവർക്കും പറ്റില്ല. ദൈവത്തോട് അടുത്ത് ജീവിക്കുന്ന, ഭക്തിയോടെ ജീവിക്കുന്ന, സ്തോത്രം പറയുന്നവർക്ക് മാത്രം പറ്റിക്കുന്ന ഒരു ക്ലാസ്സാണ് അത്. എന്താണ്? അലംഭാവത്തോടെ ഉള്ളത് മതി കർത്താവ്, ഇതൊക്കെ ധാരാളം മതി, അത് മതി, ഇത് മതി. സ്തോത്രം, ഇത് മതി എന്ന് പറയാൻ പറ്റുന്നില്ല. ഈ ആർക്കെങ്കിലും എന്തെങ്കിലും കൊടുത്ത് തൃപ്തിപ്പെടുത്താൻ പറ്റുമെന്ന് ഒരിക്കൽ എൻ്റെ ഒരു സ്നേഹിതൻ എന്നോട് ചോദിച്ചു. ഞാൻ പറഞ്ഞു, തൃപ്തിപ്പെടുത്താൻ പറ്റുന്ന ഒരേ ഒരു കാര്യമുള്ളത് ഭക്ഷണം മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞു. വേറെ ഒരു സാധനം കൊടുത്ത് ഞാൻ തൃപ്തിപ്പെടുന്നത് കണ്ടിട്ടില്ല എന്ന് പറഞ്ഞു. പൈസ എത്ര കൊടുത്താലും അവന് തൃപ്തി വരുന്നത് കണ്ടിട്ടില്ല, സമ്മാനം എത്ര കൊടുത്താലും തൃപ്തി വരുന്നത് കണ്ടിട്ടില്ല. ഭക്ഷണം കൊടുത്ത് കുറേ കഴിഞ്ഞ് കഴിഞ്ഞാൽ അവന് തിന്നാൻ പറ്റാത്ത സിറ്റുവേഷൻ വരും. അപ്പോൾ പറയും മതി, ഇനി വിളമ്പല്ലേ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ ഞാൻ ആകെ കൂടെ കണ്ടിരിക്കുന്നത് ഭക്ഷണം കൊടുത്തിട്ട് ആളുകളെ തൃപ്തിപ്പെടുത്താൻ കണ്ടിട്ടുള്ളൂ. എന്നാൽ മറ്റു ഒരു കാര്യവും കണ്ടിട്ട് മനുഷ്യന് തൃപ്തി വരുന്നത് കണ്ടില്ല. നല്ലൊരു ചെരുപ്പ് കിട്ടിയാൽ അതുകൊണ്ട് തൃപ്തിപ്പെടുമോ? ഇല്ല. കുറച്ച് കഴിയുമ്പോൾ ഒരു 2 ദിവസം കഴിയുമ്പോൾ അവന് വേറെ ചെരുപ്പ് വേണം. നല്ലൊരു വസ്ത്രം കിട്ടിയാൽ തൃപ്തി വരില്ല. ഇനിയൊരു 4 വസ്ത്രം കൂടെ കിട്ടിയാൽ അത്രയും നല്ലത്. തൃപ്തി വരുന്നത് കണ്ടിട്ടേ ഇല്ല. എന്നാലും പറയുകയാണ്, ഒരു ദൈവത്തിനെ സംബന്ധിച്ച് ഉള്ള അവസ്ഥ അതിൽ അലംഭാവത്തോടെ ഇരിപ്പാൻ ഞാൻ പഠിച്ചിട്ടുണ്ട്. അവിടെ 12-ാം വാക്യം വായിച്ചു നോക്കിയത്. അതോട്ട് വായിക്കുമ്പോൾ വീണ്ടും പറയാം, താഴ്ചയിലിരിപ്പാനും. കണ്ടോ ദൈവമക്കളെ, നമ്മൾ പഠിക്കേണ്ട ഒരു ഭാഗമാണ്. താഴ്ചയിലിരിപ്പാനും സമൃദ്ധിയിലിരിപ്പാനും എനിക്കറിയാം. തൃപ്തനായിരിക്കാനും വിശന്നിരിപ്പാനും സമൃദ്ധിയിലിരിപ്പാനും ബുദ്ധിമുട്ട് അനുഭവിപ്പാനും എല്ലാം ഞാൻ ശീലിച്ചിരിക്കുന്നു. ഇതെങ്ങനെ ശീലിക്കാൻ പറ്റുന്നത്? സ്തോത്രം പറയുന്ന ഒരു ഭക്തന് മാത്രമേ ഇത്തരം ശീലങ്ങൾ ഉണ്ടാവുള്ളൂ. അവന് പട്ടിണി വരുമ്പോഴും അവൻ സ്തോത്രം പറയുമ്പോൾ അവനത് ശീലമായി മാറും. അവനൊരു വിഷമം തോന്നില്ല, അവന് ഓക്കെ പറയും, അവൻ ഹാപ്പി ആയിട്ടിരിക്കും. എപ്പോഴും സന്തോഷിപ്പിക്കുന്ന അവന് പറയാൻ കഴിയുന്നതിന് കാരണം സ്തോത്രമാണ് അതിൻ്റെ വിധി കിടക്കുന്നത്. അടുത്ത വാക്യത്തിലാണ് പറയുന്നത്, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിന് മതിയാവുന്നു. ഒന്ന് സ്തോത്രം പറയാൻ കർത്താവ് ഒന്ന് ശക്തനാക്കിയാൽ മതി. നമ്മൾ ശക്തരാകേണ്ട മേഖല സ്തോത്രം പറയാൻ പഠിച്ചാൽ മതി. ഉള്ള അവസ്ഥയിൽ സ്തോത്രം പറയാൻ പഠിച്ചാൽ മതി, നമ്മൾ വിജയിക്കും. അപ്പോൾ പൗലോസ് രണ്ടാമത് വിജയിച്ച ആളാണ്. സമയം പോകുന്നതുകൊണ്ട് ഇനി അധികം പേരെ പറയാതെ ഞാൻ യേശുക്രിസ്തുവിലേക്ക് വിടുകയാണ്. മൂന്നാമത്, യേശുക്രിസ്തുവിൻ്റെ ജീവിതാനുഭവത്തിൽ മുഴുവൻ സ്തോത്രം തന്നെയാണ്. അപ്പോൾ സ്തോത്രം പറയുന്നവനാ. മർക്കോസിനെ ചോദിച്ചാൽ 8-ാമത്തെ അധ്യായം 6-ാമത്തെ വാക്യത്തിൽ പറയുന്നത് ഇങ്ങനെയാണ്, ആ 7 അപ്പം എടുത്തു സ്തോത്രം ചെയ്തു നുറുക്കി ശിഷ്യന്മാരുടെ പക്കൽ വിളമ്പുവാൻ കൊടുത്തു എന്നാണ് മർക്കോസ് എഴുതി വെച്ചിരിക്കുന്നത്. ആ 7 അപ്പം എടുത്ത് സ്തോത്രം ചെയ്തു നുറുക്കി ശിഷ്യന്മാരുടെ പക്കൽ വിളമ്പാൻ കൊടുത്തു എന്ന് പറഞ്ഞാൽ എല്ലാം മനസ്സിലായോ? കയ്യിൽ ഉണ്ട്, അത് ആവശ്യത്തിന് തികയില്ല. കയ്യിലുള്ളത് ആവശ്യത്തിന് തികയാതെ വരുമ്പോൾ അതിലേക്കൊരു ശക്തി ആവരിക്കണോ? സ്തോത്രം പറഞ്ഞാൽ മതി എന്ന്. സ്തോത്രം പറയുമ്പോൾ നമ്മുടെ ആവശ്യം നിവർത്തിച്ചിട്ട് സ്തോത്രോ യേശു പഠിപ്പിച്ചതാ. ആ ഒരു കാര്യം അടയാളമാണ് സത്യത്തിൽ, അത്ഭുതമൊന്നുമല്ല. ഈ പുസ്തകത്തിൽ കിടക്കുന്ന അത്ഭുതങ്ങളെല്ലാം അടയാളങ്ങളാണ്, നമുക്കുള്ള അടയാളങ്ങളാണ്. എന്താണ്? നമുക്ക് അല്പമേ ഉള്ളൂ. ഇതുകൊണ്ട് നമ്മുടെ ആവശ്യം തികയില്ലെന്ന് കാണുമ്പോൾ ഒരു ദൈവവേദന ചെയ്യേണ്ടത് എന്താണ്? ആ ഉള്ളതിനെ എടുത്ത് ദൈവസന്നിധിയിൽ സ്തോത്രം പറഞ്ഞു നോക്ക്. നമ്മുടെ ആവശ്യം കഴിഞ്ഞിട്ട് ശേഷിപ്പുണ്ടാകും. ഞങ്ങളുടെ ജീവിതത്തിലൊക്കെ ഒത്തിരി അനുഭവമുണ്ട്. ഡാഡി പറഞ്ഞ് പലയിടത്തും പ്രസംഗിക്കുമ്പോൾ ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ളൊരു വാചകമുണ്ട്. എന്താണെന്നറിയോ?
ഇടുക്കിയിൽ നിങ്ങളായിരുന്ന സമയത്ത് അവിടെ പലപ്പോഴും പല ദൈവദാസന്മാരും പല ഗ്രൂപ്പുകളൊക്കെ വന്ന് മീറ്റിംഗ് നടത്താൻ വരും. അങ്ങനെ ഒരു ദിവസം ഒരു 10-14 പേര് ഒരു വണ്ടിയിൽ വന്ന് അവരവിടെ കൺവെൻഷനൊക്കെ നടത്തി, മീറ്റിംഗ് ഒക്കെ നടത്തി. അവർ തിരിച്ചു പോകാൻ നിൽക്കുമ്പോൾ അവർ വണ്ടി കേടായി, അവർക്ക് പോകാൻ വയ്യ. എന്ത് ചെയ്യണം? ആ മീറ്റിങ്ങിൽ പോയ ഡാഡി അവരെ മുഴുവൻ വിളിച്ച് വീട്ടിലേക്ക് കൊണ്ടുപോകും. ഈ 10-14 പേര് വീട്ടിൽ വരിക. വീട്ടിൽ വരുമ്പോൾ വീട്ടിൽ അവർക്ക് കൊടുക്കാനുള്ള ഭക്ഷണവും ഇല്ല. വീട്ടിൽ ഞങ്ങൾക്ക് എല്ലാവർക്കും കഴിക്കാനുള്ള 4-5 പേർക്ക് കഴിക്കാനുള്ള അത്താഴം മാത്രമേ വീട്ടിലുള്ളൂ. ഡാഡിയുടെ ആ വിശ്വാസം അന്ന് വ്യാപരിച്ചത് അങ്ങനെയാണ്. സ്തോത്രം പറഞ്ഞാൽ വിജയിക്കുമെന്ന് അറിയുന്ന ഡാഡി എന്ത് ചെയ്തു? ആ ഉണ്ടായിരുന്ന കാലം എടുത്ത് ആ ഒരു പാത്രം അങ്ങനെ എടുത്ത് മേശപ്പുറത്ത് കൊണ്ടുവന്ന് വെച്ചിട്ട് ദേവദാസന്മാരോട് പറഞ്ഞു, ദേവദാസന്മാരെ നമുക്ക് എല്ലാവർക്കും കൂടെ ചേർന്ന് ഒന്ന് സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കാം, അപ്പോൾ നമുക്ക് ഉള്ളതെല്ലാം കൂടി നമുക്ക് കഴിക്കാമെന്ന് പറഞ്ഞു. 5 പേർക്കുള്ള ഭക്ഷണം സ്തോത്രം ചെയ്ത് പ്രാർത്ഥിച്ച് വിളമ്പി അന്ന് എല്ലാവരും കഴിച്ചിട്ട് ബാക്കി ഉണ്ടായിരുന്നു എന്നാണ് ഡാഡി എപ്പോഴും പറയുന്നത്. ഒരു അത്ഭുതം ഡാഡിയും ജീവിതത്തിൽ മറക്കാതെ ഓർക്കുന്ന സന്ദർഭമാണ്. സ്തോത്രം എത്ര നന്മയാ ചെയ്തെന്നറിയോ? ദൈവമക്കളെ നമ്മളൊന്ന് പ്രാക്ടീസ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. നമ്മളെന്തിനാ കരയുന്നത്? പകരം ദൈവം തന്ന അല്പമേ ഉള്ളെങ്കിൽ 7 അപ്പമെങ്കിൽ 7 അപ്പം, 5 ആണെങ്കിൽ 5, അത് ദൈവങ്ങളിൽ നിന്ന് കൊടുത്ത് സ്തോത്രം ചെയ്യാനാണ് കർത്താവ് നമ്മെ പഠിപ്പിച്ചത്. അതാണ് ജീവിതത്തിൽ കാണിച്ചു തന്ന മാതൃക. അതാണ് ദൈവേഷ്ടം. അതിന് സ്തോത്രം പറയുമ്പോൾ അതിലൂടെ വ്യാപരിക്കുന്ന ഒരു ശക്തി മതി. ഈ ഇല്ലായ്മയെ വർദ്ധിപ്പിക്കാൻ കഴിയുന്ന ഒരു ദൈവശക്തിയായിട്ട് അവിടെ വ്യാപരിക്കുന്നുണ്ട്. അത് ഞങ്ങളുടെ ജീവിതത്തിൽ ഉടനീളമുണ്ട്. ഒത്തിരി ഉദാഹരണം പറയാം. എൻ്റെ മൂത്ത പെങ്ങളുടെ കല്യാണം നടക്കുന്ന സമയത്ത് ഡാഡി കണക്ക് പറഞ്ഞു, ആകെ കല്യാണത്തിൻ്റെ ഫുഡിനോ ഒന്നിനും പൈസയില്ല. 10-20,000 രൂപ ആകെ കയ്യിലുള്ളൂ. എങ്ങനെ കല്യാണം നടത്തുമെന്ന് അറിഞ്ഞുകൂടാ. പക്ഷെ കല്യാണം നടത്തി കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞ് ഡാഡി കണക്ക് നോക്കിയിട്ട് പറഞ്ഞു, എല്ലാ കാര്യം കഴിഞ്ഞു, എല്ലാ ബില്ലും അടച്ചു, ബാക്കി അത്രയും രൂപയുണ്ടെന്ന് പറഞ്ഞു. സ്തോത്രം. ഇതാ ദൈവത്തിൻ്റെ കൃപ. എത്ര അനുഭവം ഉണ്ടെന്നറിയോ? അതേപോലെ ഈ അടുത്ത കാലത്താണ്, അല്ലെങ്കിൽ 10-15 വർഷമായിട്ടുള്ളൂ ഈ ഗവൺമെൻറ് ഉദ്യോഗസ്ഥന്മാരുടെ ശമ്പളം വർദ്ധിപ്പിക്കാൻ തുടങ്ങിയിട്ട്, വലിയ ശമ്പളമൊക്കെ ആയിട്ട്. അപ്പോൾ പണ്ടൊക്കെ എൻ്റെ ബാല്യത്തിലൊക്കെ ഡാഡിക്ക് ലഭിക്കുന്ന ശമ്പളം, അതിൻ്റെ ഹൗസ് ലോണ്, മറ്റേ PF പിടിക്കല് എല്ലാം കൂടെ കഴിഞ്ഞ് കിട്ടുന്ന പൈസ സത്യത്തിൽ തികയില്ല. ഡാഡി ചെയ്യുന്നൊരു കാര്യമുണ്ട്. 1-ാം തീയതി ശമ്പളം കിട്ടിക്കഴിഞ്ഞാൽ ആ ശമ്പളവുമായിട്ട് ഡാഡി വരും. ഡാഡി വന്നു കഴിഞ്ഞാൽ എല്ലാവരും മേശയ്ക്ക് ചുറ്റിയിരിക്കും. നിങ്ങൾ ആ 6 പേരും കൂടെ ഒരുമിച്ച് വന്നിരിക്കും. ഡാഡി ആ ശമ്പളം അവിടെ കൊണ്ടുവന്ന് മേശപ്പുറത്ത് വയ്ക്കും. കിട്ടിയ പൈസ മുഴുവൻ മേശപ്പുറത്ത് വയ്ക്കും. ലിസ്റ്റ് എഴുതി വയ്ക്കും. കൊടുക്കാനുള്ള ബില്ലുകൾ, പത്രം, പാല്, അതേപോലെ തന്നെ പറ്റുകട കൊടുക്കാനുള്ളത്, ഇതിൻ്റെ എല്ലാം കണക്ക്, ഇലക്ട്രിസിറ്റിയുടെ ബില്ല് അടയ്ക്കാനുള്ളത് എല്ലാം എഴുതി കണക്ക് കൂട്ടി വരുമ്പോൾ ആ മാസം പിന്നെ ആകെ ഉള്ളത് 200 രൂപയോ 150 രൂപയാണ് ബാലൻസ് ഉണ്ടാവുള്ളൂ. ഈ 150 രൂപയ്ക്ക് ഒരു മാസത്തെ ചിലവ് നടക്കൂ. എങ്ങനെ നടക്കുന്ന അറിഞ്ഞൂടാ. അപ്പോൾ ഡാഡി പറയുന്നൊരു കാര്യമുണ്ട്, നമുക്കൊന്ന് സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞ് ആ ഉള്ള പൈസയുടെ മുകളിൽ കൈ വെച്ച് സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുമ്പോൾ ദൈവം അത്ഭുതം പ്രവർത്തിക്കുന്നത് ജീവിതത്തിൽ കണ്ടിട്ടുണ്ട്. ദൈവമക്കളെ, എത്ര ഉദാഹരണം വേണമെങ്കിലും പറയാൻ കഴിയും. ഈ സ്തോത്രത്തിൽ വ്യാപരിക്കുന്ന ഒരു ശക്തിയാണ് കർത്താവ് നമ്മെ പഠിപ്പിച്ചത്. സ്തോത്രം. മർക്കോസിന്റെ സുവിശേഷം 14-ാമത്തെ അധ്യായം 23-ാമത്തെ വാക്യം ഇങ്ങനെ വായിക്കുന്നു, പിന്നെ പാനപാത്രം എടുത്തു സ്തോത്രം ചൊല്ലി അവർക്ക് കൊടുത്തു, എല്ലാവരും അതിൽ നിന്ന് കുടിച്ചു. മർക്കോസ് 14:23. പിന്നെ അവൻ പാനപാത്രം എടുത്ത്. ഹല്ലേലൂയ. എന്താ അർത്ഥം? സ്തോത്രം. കർത്താവിൻ്റെ തിരുവനന്തപുരത്തിൻ്റെ ശക്തി വ്യാപരിക്കുന്നത് എപ്പോഴാണെന്ന് അറിയാമോ? സ്തോത്രം. ആ പാനപാത്രം കാണിക്കുന്നത് യേശുവിൻ്റെ രക്തത്തെയാണ്. സ്തോത്രം. ഹല്ലേലൂയ. ഇന്ന് നമ്മൾ ഓരോ ദിവസവും ആ കർത്തൃമേശ നമ്മൾ അനുഷ്ഠിക്കുകയോ ആ പാനപാത്രം കുടിക്കുകയോ ചെയ്യുന്നില്ല. പക്ഷെ ഒരു സ്തോത്രം നമ്മൾ ആത്മാർത്ഥമായി പറയുമ്പോൾ കർത്താവ് സ്തോത്രം ചെയ്ത് കൊടുത്ത പാനപാത്രത്തിലൂടെ വ്യാപരിച്ച ഒരു ശക്തിയുണ്ട്, തിരുവനന്തപുരത്തിൻ്റെ ശക്തി. ആ തിരുവനന്തപുരത്തിൻ്റെ ശക്തി നമ്മിൽ വ്യാപരിക്കുന്നു എന്ന് വിശ്വസിക്കുന്ന എത്ര പേരുണ്ട്? ആ തിരുവനന്തപുരത്തിൻ്റെ ശക്തി പറയുന്ന പേരാണ് നാം അനുഗ്രഹിക്കുന്ന അനുഗ്രഹപാത്രം എന്ന് പറഞ്ഞാൽ അതിലൂടെ ഒരു അനുഗ്രഹം നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിലേക്ക് വ്യാപരിക്കും. ഒരു ഭവനത്തിൽ സ്തോത്രം പറഞ്ഞ് ദൈവത്തെ സ്തുതിക്കുമ്പോൾ ആ ഭവനത്തിൽ വ്യാപരിക്കുന്ന ഒരു അനുഗ്രഹമുണ്ട്. ഹല്ലേലൂയ. അവന് തിരുവനന്തപുരത്താൽ ചൊരിഞ്ഞ ഹല്ലേലൂയ, അവൻ വിളിച്ച് വേർതിരിച്ച് തെരഞ്ഞെടുത്ത ദൈവസഭ, അല്ലെങ്കിൽ അവന്റെ മണവാട്ടി സഭയ്ക്ക് വേണ്ടി ദൈവമൊരുക്കിയ ദൈവകൃപയുടെ ഒരു വലിയ വ്യാപാരം. ഹല്ലേലൂയ. ആ സ്തോത്രത്തിലൂടെ വ്യാപരിക്കുന്നു. എനിക്ക് എത്ര നേരം പറഞ്ഞാലും നിർത്താൻ തോന്നുന്നില്ല. അത്രമാത്രം ഇതിനെക്കുറിച്ച് പറയാനുണ്ട്. ഞാൻ വാക്കുകൾ ചുരുക്കാൻ പോകുക, സമയത്തിൻ്റെ പരിമിതി മൂലം. ഹല്ലേലൂയ. 1-2 കാര്യം കൂടെ ഞാൻ പറയാം. പരാജയപ്പെട്ട ചിലരുണ്ട്, അത് ഞാനൊന്ന് പറയാം. 1 കൊരിന്ത്യർ 14:16-17 വാക്യം വായിക്കുമ്പോൾ അവിടെ ഇങ്ങനെ പറയുന്നുണ്ട്. 1 കൊരിന്ത്യർ 14:16-17 വാക്യം ഞാൻ വായിക്കുക. അല്ല, നീ ആത്മാവ് കൊണ്ട് സ്തോത്രം ചൊല്ലിയാൽ ആത്മവരവില്ലാത്തവൻ നീ പറയുന്നത് തിരിയാതിരിക്കെ നിന്റെ സ്തോത്രത്തിന് എങ്ങനെ ആമേൻ പറയും? 17-ാമത്തെ വാക്യം, നീ നന്നായി സ്തോത്രം ചൊല്ലുന്നു സത്യം, മറ്റവനെ ആത്മീക വർധന വരുന്നില്ല താനും. ഇത് കേൾക്കുമ്പോൾ നമുക്കൊരു സങ്കടം തോന്നുന്നു. സ്തോത്രത്തിൻ്റെ ഒരു ഡ്രോബാക്ക് ഉണ്ടോന്ന്. സ്തോത്രത്തിൻ്റെ ഡ്രോബാക്ക് ഉണ്ട്. എപ്പോഴാണെന്ന് അറിയാമോ? പരിസരബോധവും പരിജ്ഞാനവും ഇല്ലാതെ സ്തോത്രം പറഞ്ഞാൽ മറ്റുള്ളവർക്ക് ആത്മീയ വർധന വരില്ല. അതേസമയം പരിസരബോധത്തോടു കൂടെ
ഒരു ആത്മീയ സന്ദേശം കേൾക്കുമ്പോൾ ഉണ്ടാവുന്ന സന്തോഷത്തോടെ നാം ഒരു സ്തോത്രം പറയുകയാണെങ്കിൽ അലക്ഷ്യമായിട്ടിരുന്നവനിൽ പോലും ഒരു ആത്മീയ വർധന ഉണ്ടാകും. അപ്പോൾ മറ്റുള്ളവർക്ക് ഒരു ആത്മീയ വർധന നാം സ്തോത്രം പറയുന്നതിലൂടെ ഉണ്ടാകും. പക്ഷേ ഒരു പരിസരബോധം, ഒരു പരിജ്ഞാനത്തോടു കൂടി സ്തോത്രം അർപ്പിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. അതാണ് ഇതിൻ്റെ പ്രത്യേകത. നാം സ്തോത്രം പറയുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ സ്തോത്രം പറഞ്ഞാൽ മതി. ദൈവത്തെ സ്തുതിക്കാൻ പറ്റുന്ന സ്ഥലങ്ങളിൽ അതനുസരിച്ച് സ്തോത്രം പറയണം. സ്ഥാനത്തും അസ്ഥാനത്തും കയറി അങ്ങ് വല്ലാത്ത സ്തോത്രം പറഞ്ഞു കഴിഞ്ഞാൽ ആത്മീയവർദ്ധന വരില്ല. എന്നാൽ ദൈവമക്കളെ, നമുക്ക് പരിജ്ഞാനത്തോടെ ദൈവത്തെ ഒന്ന് സ്തോത്രം പറഞ്ഞു നോക്ക്. നമ്മുടെ ദൈവസഭയിൽ നിന്ന് ആത്മാർത്ഥമായി സ്തോത്രം പറഞ്ഞു നോക്ക്. ചിലപ്പോൾ സ്വപ്നം കണ്ടിരിക്കുന്ന, പ്രസംഗം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുന്നവനും അപ്പുറത്തിരിക്കുന്നവനും അത് മനസ്സിലാക്കി സ്തോത്രം പറഞ്ഞ് ദൈവത്തെ ഒന്ന് മഹത്വപ്പെടുത്തുമ്പോൾ അവനിലേക്കും ഇത് ആത്മീയവർദ്ധന വന്ന് അവനൊന്ന് ഉണർത്തപ്പെടാനായിട്ട് അത് കാരണമായി തീരും എന്ന് മനസ്സിലാക്കാനായിട്ട് കഴിയും. ഇനി സ്തോത്രം പറഞ്ഞത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയാം, എല്ലാവർക്കും സ്തോത്രം പറയാൻ കഴിയുന്നില്ല. എന്താ കാരണം എന്നറിയോ? എപ്പോഴാണ് സ്തോത്രം തുടങ്ങിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞു, കുഴഞ്ഞ കയറ്റുന്ന കയറിയതിന് ശേഷമാണ്. ഒന്നും കൂടെ വ്യക്തമാക്കി പറയുകയാണെങ്കിൽ ചെങ്കടൽ കടന്നപ്പോൾ ഇസ്രായേൽ ജനം എന്ത് ചെയ്തു? മിരിയാൻ തപ്പെടുത്തു. അവർ സ്തുതിക്കാനും സ്തോത്രം പറയാനൊക്കെ തുടങ്ങി. എപ്പോഴാണെന്നറിയാമോ? ചെങ്കടൽ കടന്നപ്പോൾ. ഒന്നും കൂടെ പറഞ്ഞു കഴിഞ്ഞാൽ സ്നാനപ്പെട്ടതിന് ശേഷം ഈ സ്തുതി സ്തോത്രമൊക്കെ തുടങ്ങിയത്, യഥാർത്ഥ സ്തോത്ര സ്തുതിയൊക്കെ. ഒന്നും കൂടെ വ്യക്തമാക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഫറവോന്റെ വേദനയിലിരിക്കുമ്പോൾ ഈ സ്തോത്രം പറയാൻ പറ്റാത്തത്. പലർക്കും സ്തോത്രം പറയാൻ പറ്റാത്തതിന്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഇപ്പോഴും ഫറവോന്റെ അടിമത്തം അവരിൽ ശേഷിക്കുന്നത് കൊണ്ട്. ഫറവോന് ഞാൻ ഇനി അടിമയല്ല എന്നവർ പാടുമായിരിക്കും, പക്ഷേ ഫറവോന്റെ അടിമത്തം നിലനിൽക്കുകയാണെങ്കിൽ സ്തോത്രം പറയാൻ കഴിയില്ല. അതൊന്ന് വിടുവിച്ചാൽ നമുക്കൊരു സ്തോത്രമുണ്ട്. അത് വ്യക്തമാക്കുന്ന ഭാഗമുണ്ട് കേട്ടോ. കൊലോസ്യ ലേഖനം 1-ാമത്തെ അധ്യായം അതിൻ്റെ 12-13 വാക്യം, അത് വായിച്ച് ഞാനിവിടെ നിർത്താം. വ്യക്തമാക്കാൻ വേണ്ടി അപ്പോസ്തലൻ്റെ ഒരു വാക്കിൽ നിന്ന് ഞാൻ ആ പുതിയ നിയമ ഭാഷയിൽ അങ്ങ് വായിക്കാം. 12-13 വാക്യം. കൊലോസ്യ ലേഖനം 1-ാമത്തെ അധ്യായം. വിശുദ്ധന്മാർക്ക് വെളിച്ചത്തിലുള്ള അവകാശത്തിനായി നമ്മെ പ്രാപ്തരാക്കുകയും നമ്മെ ഇരുട്ടിൻ്റെ അധികാരത്തിൽ നിന്ന് വിടുവിച്ച് തൻ്റെ സ്നേഹസ്വരൂപനായ പുത്രൻ്റെ രാജ്യത്തിലാക്കി വെക്കുകയും ചെയ്ത പിതാവിന് സന്തോഷത്തോടെ സ്തോത്രം ചെയ്യുന്നവരാകണമെന്നും അപേക്ഷിക്കുന്നു. ഈ അപേക്ഷയോടെ ഞാൻ അവിടെ നിർത്തുക. ദൈവമക്കളെ, ഒരു അപേക്ഷ പറയുക ദൈവമക്കളോട്. എന്താണെന്നറിയോ? ഈ ഇരുട്ടിൻ്റെ അധികാരത്തിൽ നിന്ന് വിടുവിച്ച ദൈവം, ഈ വിടുതൽ പ്രാപിച്ചവർക്ക് സ്തോത്രം പറയാൻ പറ്റൂ. ഇരുട്ടിൻ്റെ അധികാരത്തിൽ നിന്ന് ആ വിടുവിച്ചിട്ട് നമ്മളിപ്പോൾ എപ്പോൾ എവിടെയാക്കിയിരിക്കുന്നു? സ്നേഹസ്വരൂപനായ പുത്രന്റെ രാജ്യത്തിലാക്കി. പുത്രന്റെ രാജ്യത്തിന്റെ ഭാഷയാണ് സ്തോത്രം. ഹല്ലേലൂയ. പുത്രന്റെ രാജ്യത്തിലെ ഭാഷ ഏതാ? ഇംഗ്ലീഷ് അല്ല, മലയാളം അല്ല, അല്ലെങ്കിൽ ഏതെങ്കിലും ലാംഗ്വേജ് ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ ലാംഗ്വേജിന്റെ പേരാണ് സ്തോത്രം. അത് നമ്മൾ പറയുന്നവരാകണം. അതെങ്ങനെ പറയണം? സന്തോഷത്തോടെ സ്തോത്രം ചെയ്യുന്നവരാകണമെന്നും അപേക്ഷിക്കുന്നു. ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുക. ദൈവമക്കളെ പ്രബോധിപ്പിച്ചുണർത്തി ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുക. ഒരു അപേക്ഷ പറയുക, ദൈവമക്കളെ നമുക്ക് സ്തോത്രം പറയാം, സന്തോഷത്തോടെ സ്തോത്രം പറയാം. ഇരുട്ടിൻ്റെ അന്ധകാരത്തിൽ നിന്ന് സ്നേഹസ്വരൂപത്തിൻ്റെ രാജ്യത്തിലേക്ക് നമ്മെ കൊണ്ടുവന്ന ദൈവത്തോട് സന്നിധിയിൽ നന്ദിയോടെ സ്തോത്രം പറഞ്ഞ് ദൈവത്തിന് മഹത്വം കൊടുക്കാം. ദൈവം നമ്മെ ഈ വചനങ്ങളാൽ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ.